നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലാണ്. തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേരളം. BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനും UDF സ്ഥാനാർത്ഥിയായി പിഷാരടിയും LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി NMR റസാഖും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും വിജയലക്ഷ്യം? പീപ്പിൾസ് കേരള പബ്ലിക് ഒപ്പീനിയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പബ്ലിക് ഒപ്പീനിയനിൽ പങ്കെടുക്കുന്നത് 400 പേരാണ്. ഇനി ജനങ്ങളുടെ, അതായത് പാലക്കാട് മണ്ഡലത്തിലെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. പിഷാരടി തന്നെ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ സാധാരണഗതിക്ക് BJPക്ക് കുറച്ച് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും കമ്മ്യൂണിറ്റി ബേസ്ഡ് വോട്ടാകുമ്പോൾ മുഴുക്കയും UDFന് പോകും. ആണ്. കോൺഗ്രസ് വരാൻ സാധ്യത. കോൺഗ്രസാ? പിഷാരടിയാ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 99% അതാണ് പറയുന്നത്. ആണോ? അപ്പൊ അതോടുകൂടി ഞാൻ സഹകരിച്ചു. സഹകരിച്ചു. ധാരണ പോലെയുള്ള നിയമസഭകളിൽ കോൺഗ്രസിനാണ് കൂടുതൽ ഇതുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം കുറച്ച് മാറിയിട്ടുണ്ട്. റസാഖിന് നല്ല ഒരു ജനപിന്തുണ വന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ ട്രെൻഡ് എങ്ങനെയാണ്? ആണ്. ഇടതും വലതും ഓക്കേ. ഭരിച്ച് നശിപ്പിച്ചല്ലോ. അതുകൊണ്ടാണ്. ഇവിടെ വിജയലക്ഷ്യം പിഷാരടി ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ല ഭൂരിപക്ഷം ജയിക്കും. കാരണം ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. പാലക്കാട് ഇതുവരെ ഇടതുപക്ഷം ഇപ്പോൾ വന്നിട്ടില്ല. ഇടതുപക്ഷം വരട്ടെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എങ്ങനെയാന്ന് പറഞ്ഞാൽ അവരുടെ ഭരണം നല്ല ഭരണമാണല്ലോ. അതുകൊണ്ട് ഇടതുപക്ഷം വരട്ടെന്നാണ് ആഗ്രഹിക്കുന്നത്. ജയിച്ചാലും കാര്യമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ നമുക്ക് ഭൂരിപക്ഷം ഉള്ളത് തോമസ് സുരേന്ദ്രൻ. ഈ ആര് ജയിച്ചാലും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്നാലും ഭൂരിപക്ഷം ഉള്ളത് നമുക്ക് തോമസ് സുരേന്ദ്രൻ ആണ്. UDF എന്തുകൊണ്ടാ UDFന്റെ പേര് പറയുന്നത്? UDFിൽ നിൽക്കുന്നതുകൊണ്ട്. BJP വേണ്ടെന്ന് പറയുന്നത്? BJP വേണ്ട. നിലവിലിപ്പോ കോൺഗ്രസ് ആണ്. ഇനിയിപ്പോ അതേപോലെ ഇപ്പൊ NMR റസാഖ് വന്നതോടുകൂടി ഒന്നുകൂടി ടൈറ്റ് ആയില്ലേ മത്സരം. അപ്പോ ആര് ജയിക്കുന്നവർ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോ. 100% ശോഭാ സുരേന്ദ്രനെ വരുള്ളൂ. അതിലൊരു മാറ്റവും ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് നല്ലൊരു വ്യക്തിത്വമാണ്. അത് വരണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പം തന്നെ പിഷാരടി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ കോൺഗ്രസ് ലീഗോ എല്ലാരും ഒന്നിച്ചാ നിൽക്കുന്നത്. ഇടതുപക്ഷം ജയിക്കും. എന്തുകൊണ്ടാണ് റസാഖിന്റെ പേര് പറയുന്നത്? റസാഖ് ഭായി പറഞ്ഞുകൊണ്ട് ഒരു പുതുമുഖമായതുകൊണ്ട് മൂപ്പർ നല്ല എല്ലാവരും എന്ന് ചെന്ന് ഇറങ്ങുന്നുണ്ട്. പാലക്കാട് ഇപ്പൊ പാലക്കാടിന് അപേക്ഷ മൂന്നാളും ഒരേപോലെയാണ്. അപ്പോൾ BJPക്ക് മുൻതൂക്കമുണ്ട്. ശോഭ ചേച്ചി UDF ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? UDF ജയിക്കും. ഇവിടെ 2 പ്രാവശ്യം UDF വന്ന് വീണ്ടും UDF ജയിക്കും. അർഹത ആർക്കുണ്ട്? നോക്കാം ആർക്കാന്നുള്ളത്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ആരാണ്? ആരെങ്കിലും ഒരാള് വരികയായിരിക്കും. അങ്ങനെയില്ല, ആര് ജയിക്കണം എന്നുള്ളതാണ്. മൂന്നാള് ഈക്വൽ ആയിട്ടുണ്ട്. NMR റസാഖ് സാധ്യത കാണുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സാധ്യത പറഞ്ഞാൽ പാലക്കാടുള്ള ഒരു സ്ഥാനാർത്ഥി, അത് വെളിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയല്ല. ഒരാളുടെ ആ ഒരു പെരുമാറ്റം കാര്യങ്ങളെല്ലാം. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു മാറ്റം വേണ്ടേ? ഒരു മാറ്റത്തിന് വേണ്ടി ആവുന്നതായിരിക്കും. മാറ്റം വേണമെന്നുള്ളതാണ് പറയുന്നത്. ഗ്യാസ് കിട്ടിയായിരുന്നോ? ഇല്ല. എല്ലാത്തിരി മാറ്റം ഉണ്ട്. അപ്പൊ മാറ്റം നല്ല രീതിയിൽ മാറ്റമുണ്ട്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ എന്തായാലും വരണം. അന്നേരം മാറ്റം ഉണ്ടാവുള്ളൂ. എന്റെ ചോദ്യം ഇപ്പോൾ UDFനാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെ വരുന്നത്. പിഷാരടി UDF ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് ജയിക്കുന്നു? അങ്ങനെ UDFന്റെ മണ്ഡലമാണ്. 20,000 വരെ ഭൂരിപക്ഷം കിട്ടാവുന്ന സാധ്യത ഇപ്പൊ ഉണ്ട്. ശരി തന്നെ, ഒരു സംശയം വേണ്ട. എന്തുകൊണ്ടാ പിഷാരടി കാര്യം? അതങ്ങ് ജനപങ്കാളിത്തമുള്ള ഒരു ഭാഗമായ കാരണം UDF ജയിക്കില്ല. എന്തുകൊണ്ടാ UDFന്റെ പേര് വേറെ ജയിക്കുന്നത്? 3 പേരും നല്ല ടഫ് ഫൈറ്റ് ആണ്. ജയിക്കുന്നത് നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ആര് ജയിക്കണം? കാഴ്ചപ്പാടിൽ പാലക്കാടിന്റെ കാര്യങ്ങൾ പറയാനുള്ള വ്യക്തികളായിരിക്കണം ജയിച്ചു വരേണ്ടത്. പാലക്കാടിന്റെ എല്ലാ പ്രശ്നങ്ങളും പറയുന്ന പ്രാദേശിക വ്യക്തികൾ ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതാരാണ്? അതിപ്പോ തീരുമാനമായിട്ടില്ല. NMR റസാഖോ? എന്തുകൊണ്ട് NMR റസാഖിന്റെ പേര് പറയുന്നത്? പുതിയൊരാളായതുകൊണ്ട് രമേശ് പിഷാരടി ഒരു ഫിലിം സ്റ്റാർ ആണ്. പക്ഷെ വോട്ട് വയ്ക്കുന്ന അവിടെ ഒരു ഇതില്ല എന്നാണ് തോന്നി. വിക്ടോറിയ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ NMR റസാഖ് കുറച്ചും കൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് പോലെ തോന്നി. ശോഭ ചേച്ചിയെ ജയിക്കും. ശോഭ ചേച്ചി. എന്തുകൊണ്ടാ ശോഭ ചേച്ചിയുടെ പേര് പറയുന്നത്? മോദി സാറിന്റെ നല്ല പ്രവർത്തനങ്ങൾ കാരണം കൊണ്ട് UDFിനെ ജയിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പിന്നെ കുറെ കാലമായിട്ടുള്ള ട്രെൻഡ് UDF തന്നെയാണ്. പാലക്കാട് UDFന്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സിറ്റിംഗ് MLA കഴിഞ്ഞ വർഷം UDFിന്റെ ആയിരുന്നു. ആരും ജയിച്ചോട്ടെ പറയാം. ആര് ജയിക്കുന്നതാ? ആരെങ്കിലും ജയിച്ചോട്ടെ, നമുക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ജയിച്ചുകൊണ്ട് നമുക്കൊരു അസൂയില്ല. തോറ്റാലും തോറ്റാലും അസൂയില്ല. പാലക്കാട് എന്തായാലും BJP വരുന്നതാണ്. BJP വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കൂടുതലും പ്രചാരണം അവരിലാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം മാങ്കൂട്ടം ഇല്ല. അതിന് വരെ പിഷാരടി ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ കോൺഗ്രസിനുള്ള സീറ്റാണുള്ളൂ. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാ ശോഭാ സുരേന്ദ്രന്റെ പേര് പറയുന്നത്? ഇല്ല, എന്റെ നല്ല അഭിപ്രായങ്ങളാണ്. ആണോ?
നമ്മുടെ റസാഖ്. എന്തുകൊണ്ടാണ് റസാഖിന്റെ പേര് പറയുന്നത്? സഹകരണ സർക്കാർ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന വിജയം അതന്നെ. LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിക്കണം എന്നാണ് താല്പര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ പ്രദേശവാസിയായതുകൊണ്ട്. ഇത് നല്ലൊരു ചോദ്യം. സത്യം പറഞ്ഞാല് ഇപ്പൊ വെരി ടഫ് കോമ്പറ്റീഷൻ. താങ്കളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കും? എന്റെ അഭിപ്രായത്തില് ഞാൻ അനുഭാവിയാണ്, ഇതിന്റെ അനുഭാവിയാണെങ്കിൽ പോലും വളരെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. ഇപ്പോഴത്തെ നല്ല ടൈറ്റ് മത്സരമായി തോന്നുന്നുണ്ട്. ഇപ്പൊ എന്താ അവസ്ഥ നമുക്ക് കണ്ടു പറയാനേ പറ്റുള്ളൂ. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ആര് ജയിക്കും? എന്റെ ഇപ്പൊ കാഴ്ചപ്പാടില് എനിക്കിപ്പോ പറയാനായിട്ടില്ല. LDF. എന്തുകൊണ്ടാണ് അങ്ങനെ LDF ജയിക്കുന്നു പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം LDF ജയിച്ച കാരണം ഏറ്റവും നല്ല ആളാണ് ആര് ജയിക്കും. അത് ആരാ നിങ്ങളെ അഭിപ്രായത്തിൽ? അത് ഞാൻ പറയില്ല. അത് പറയില്ല. ആര് ജയിക്കണം എന്നുള്ള ആര് ജയിക്കും, ആരാ നല്ല അവൻ ജയിച്ചോട്ടെ. കാഴ്ചപ്പാടില് നമ്മൾ BJP വരുന്നാണ് വിചാരിക്കുന്നത്. കാര്യം ഉണ്ടാവുക? കാര്യം ഉണ്ടാകണം. ഒന്നും ഇവിടെ ഇല്ല. വന്നാൽ നടക്കുന്നൊക്കെ ഉണ്ടോ? ഇപ്പൊ കാര്യമില്ല. ഇനി വന്നാൽ ഉണ്ടാവും വിചാരിക്കണം. 10 കൊല്ലമായിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തിനാണ് വീണ്ടും വരുന്നത്? വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റങ്ങൾ വരട്ടെ വേണ്ടി തന്നെ. അല്ല, അതാ ചോദിക്കും. 10 കൊല്ലം പോരെ മാറ്റത്തിന്? ഇനി മാറും എന്ന് വിചാരിക്കണം. BJP വരുള്ളൂ. എന്തുകൊണ്ടാ BJP വരുന്നു പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിൽ മുഴുക്കെ ഏകദേശം BJPന്റെ നല്ല പരസ്യമാണ്. BJPക്കാണ് മുന്നേറ്റം. NMR. എന്തുകൊണ്ടാ NMR-ന്റെ കാര്യം പറയുന്നത്? നമ്മുടെ വികസനം തന്നെ ആണ്. വികസനം ജയിക്കുന്നതാണ് 100%. UDF. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഷാഫിഖ് പറമ്പില് തുടങ്ങി വെച്ച വികസനങ്ങള് കാര്യങ്ങള് മൂന്നാൾക്കും തുല്യമാവാൻ ആയിക്കോട്ടെ. എന്നാലും ആര് ജയിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? അങ്ങനെ പ്രതീക്ഷയില്ല. NMR റസാഖ് 5000 വോട്ടിന് ഭൂരിപക്ഷം ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് മുഖ്യമന്ത്രി അതിനുള്ള വികസനം കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. BJP വന്നാൽ നല്ലത്. BJP വന്നാൽ സെൻട്രൽ അവരാണല്ലോ, അപ്പൊ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. പല കാര്യങ്ങളും ഗ്യാസിനൊക്കെ വില കുറച്ച് കുറയ്ക്കും. എല്ലാം അതൊക്കെ അവർ വേണമാതിരി ചെയ്യും. പ്രാവശ്യം പാലക്കാട് മണ്ഡലം എന്തായാലും നമ്മുടെ NMR റസാഖ് തൂക്കും. അതിൽ ഇന്നലെ റസാഖണ്ണം പറഞ്ഞ പോലെ തന്നെ ഈ മണ്ഡലത്തിൽ ഉണ്ടായതിനു ശേഷം എത്രയാണോ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ ജയിക്കുക എന്നുള്ളതാണ് ഇന്നലെ റസാഖണ്ണം പറഞ്ഞത്. പിഷാരടി ജയിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു നല്ലൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പിഷാറിന് ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കോൺഗ്രസ് എപ്പോഴും നമ്മളൊരു ആകാംക്ഷയോടെ അല്ല, ഒരു പ്രതീക്ഷയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അത് കാരണം കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു കുറച്ചൊരു മറുപടി ഇല്ല. എന്തായാലും 3 മത്സരാർത്ഥികളും ആരെങ്കിലും എന്തായാലും ഒരാളല്ലേ ജയിക്കുള്ളൂ. ഞങ്ങള് അത്യാവശ്യം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് ഇതുവരെയും നിന്നിട്ടുള്ളത്. അപ്പൊ റസാഖ് ജയിക്കുന്നതാണ്. റസാഖ് ജയിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് റസാഖ് ജയിക്കണം എന്ന് പറയുന്നത്? നമുക്കിതിപ്പോ ഒന്നിനും മരുന്നിന് കാര്യങ്ങള് അങ്ങനെ ഗവൺമെന്റിന്ന് മരുന്നും കാര്യങ്ങളായിട്ടും പിന്നെ ഒന്നിനും ഇതിപ്പോ 1000 രൂപ വെച്ച് സ്ത്രീകൾക്ക്. ഇവിടെ ആരാണ് BJP ജയിക്കുന്നത് വിശ്വാസം? BJP. എന്തുകൊണ്ടാണ് BJP ജയിക്കുന്നു പറയുന്നത്? ശോഭാ സുരേന്ദ്രൻ നല്ല സ്ഥാനാർത്ഥിയാണ്. ആണോ? കോൺഗ്രസിന് വരാൻ 90% സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയും? അതെന്താണ് അങ്ങനെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ മാത്രം BJP വോട്ട് കൂടുതലേ ഉള്ളൂ. ശോഭ തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ശോഭ എന്ന് പറയുന്നത്? അല്ല, അവര് കുറച്ച് ഗുഡ് ക്യാരക്ടറും നല്ല ഒരു പോസിറ്റീവ് ലേഡിയുമാണ്. ആണോ? കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും നല്ല ടഫ് ആയിട്ടില്ലാണ്. ആണ്. ആര് ജയിക്കാനാ സാധ്യത? സാധ്യത നല്ല കാര്യങ്ങൾ കുറെയൊക്കെ ചെയ്തിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. NMR. അതുകൊണ്ട് NMR അല്ല മാർക്സിസ്റ്റ് പാർട്ടി. ഇപ്പോൾ തൽക്കാലം എന്താ പറയാനാണ്? നിങ്ങളുടെ അഭിപ്രായം പറയാം. എന്റെ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. എന്നാലും പറയാം ആര് ജയിക്കണം എന്നുള്ളതാണ്. അതിപ്പോ പറയാൻ പറ്റില്ലല്ലോ. ഇല്ല. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല കുറെ ആയല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്. അല്ലേ ഒന്ന് ജയിച്ചോട്ടല്ലേ? ആണല്ലേ? ജയത്തിന്റെ കാഴ്ചപ്പാട് പറയുമ്പോൾ നമുക്ക് രമേശ് പിഷാരടി തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയല്ല, അവരുടെയാണ് ഇവിടെ മുൻതൂക്കം കോൺഗ്രസിനാണ്. NMR റസാഖ് ജയിക്കുന്ന ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാള് പാലക്കാട്ടുകാരൻ, നമ്മുടെ അടുത്തുള്ള ആള്, സാധാരണഗതിയിലുള്ള വർത്തമാനം പറയാം. പാലക്കാട്ടുകാരന്റെ സൈഡിലുള്ള വർത്തമാനമാണ്. അപ്പൊ അയാൾ ജയിച്ചാൽ നമുക്ക് അടുത്ത് പോയി കാണാമല്ലോ. UDF. എന്തുകൊണ്ടാ? അത് അവരുടെ ഒരു ഇതൊക്കെ അവർക്ക് ഒരു ഭാഗ്യമുണ്ട്. പിഷാരടി ജയിക്കും. ഷാപ്പിൽ തുടങ്ങി വെച്ച വികസനം രാവിലെ കൂടെ അത് വീണ്ടും പിഷാരടിയിലേക്ക് എത്തുകയാണ്. UDF ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? UDF ജയിക്കും പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിനെതിരെ. ഇപ്പൊ ഈ രണ്ടു കൂട്ടർ മാറി മാറി ഭരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ പുതുമായിട്ടുള്ള ഒരു BJP വന്നാൽ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കണം. BJP. എന്തുകൊണ്ടാ BJP-ന്റെ പേര് പറയുന്നത്? കാരണം എതിർ സ്ഥാനാർത്ഥി സ്ട്രോങ് ഇല്ല. സാധ്യത പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം പറയാൻ പറ്റാത്ത ഇതാണ്. പറയാൻ പറ്റില്ല, അതേ തന്നെ പറയണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു കടുത്ത പോരാട്ടമാണ് ഈ പാലക്കാട് നഗരസഭ.
നല്ല പോരാട്ടമാണ്. അപ്പോൾ ഏത് വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ BJPക്കാണ് സാധ്യത കൂടുതൽ. ആണല്ലേ? അതെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? BJP വേറെ ഇടതുപക്ഷവും വലതുപക്ഷവും നിൽക്കുമ്പോൾ ഇവിടെ വന്ന് പറ്റിക്കുക ചെയ്തിട്ടുള്ളത്. 10 വർഷം നമ്മളെ LDF ഭരിച്ചില്ലേ, ഇനി ബാക്കിയുള്ള ഒരു 5 വർഷം കോൺഗ്രസ് ഭരിക്കട്ടെ. UDF എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? UDFന്റെ സിറ്റിംഗ് സീറ്റല്ലേ. ആണോ? അതുകൊണ്ട് ജയിക്കുന്നു പറയുന്നത്? തീർച്ചയായിട്ടും ജയിക്കും. എന്നമാർ വരണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താ വെച്ചാൽ നമുക്കൊരു മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അവർ തന്നെ വരണം, അല്ലാതെ കാര്യമില്ല. LDF ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? LDF പോകുള്ളൂ. മൂന്നാം ഭരണം വരും. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ആരാണ്? NMR NMR വരും. ശോഭ ചേച്ചിനെ വരാൻ സാധ്യത. ആണല്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താ കാരണം വെച്ചാല് ഇനിയിപ്പോ ഇവിടെ രണ്ടാളും അത്ര വലിയ പിടുത്തമില്ലാത്ത ഒരാളാണ്. CPM-ന്റെ സ്ഥാനാർത്ഥി പിന്നെ BJP-ന്റെ സ്ഥാനാർത്ഥിയുണ്ട്, കോൺഗ്രസിന്റെ ഉണ്ട്. പക്ഷെ ഇവരില് ഇപ്പോൾ BJP-ക്കാണ് ഇവിടെ മുൻതൂക്കം കാണുന്നത്. പക്ഷെ ഇത് പറയാൻ പറ്റാത്ത ഇപ്പോൾ ഇലക്ഷൻ പിന്നെ വോട്ട് എങ്ങനെ തിരിയെന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസ് വരും. കോൺഗ്രസ് വരും. എന്തുകൊണ്ടാണ് കോൺഗ്രസ് വരും? കോൺഗ്രസ് ഇനി വരാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ടാ LDF തുടരട്ടെ. LDF. അതെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പറയാൻ കാരണം എന്താ കേട്ടോ, കാര്യമില്ല. പാലക്കാടിന് കേട്ടോ, പാലക്കാടിനനുസരിച്ചുള്ള പറയാ. പിഷാരടി ജയിക്കാനുള്ള സാധ്യതയാണ് മാക്സിമം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയം പുറത്തില്ല, അകത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ആര് ജയിക്കണം എന്നുള്ളതാണ്. നല്ല വികസനിക്കുന്ന ആരാണോ ഇവിടെ ഡെവലപ്മെന്റ് മറ്റേ ഇത് കൊണ്ടുവരാൻ വരുന്നു അവർ. അത് ആരാണ് നിങ്ങളുടെ മനസ്സിൽ? എന്റെ മനസ്സിൽ അത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടത് പറയാൻ പറ്റില്ല. ശോഭയ്ക്ക് ഒരു ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കണം. ശോഭയ്ക്ക് ഒരു ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ശോഭയ്ക്ക് ചാൻസ് എന്ന് പറയുന്നത്? അവനൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് റസാഖിന്റെ പേര്? പോണാണ്. ആണോ? UDF-ന്റെ ആണോ? UDF ജയിക്കുന്ന പറയുന്നത്? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതങ്ങനെ അത് നോക്കുന്ന കാലങ്ങൾ. ഫസ്റ്റ് ഇപ്പോൾ LDF വരും. എന്തുകൊണ്ട് LDF വരും എന്ന് പറയാം? LDF നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. റസാഖ് വരും. അനുഭവം കാണുന്നത് എനിക്ക്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു എന്താ പറയുക, ഒരു തുടർച്ചയിൽ നിന്ന് ഒരു വ്യത്യാസം പറഞ്ഞല്ലോ. BJP-ക്ക് 100% ചാൻസ് ആണ്. ഉറപ്പാണ്. മാറ്റമില്ല. നോക്കാം. പിന്നെ രണ്ട് പാർട്ടിക്കാർ എന്ത് ചെയ്യുന്ന ഒന്നും അറിയില്ല. പിഷാരടി ജയിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മതേതരത്വത്തിന്റെ ഒരു വക്താവ് എന്ന നിലയ്ക്ക് പിഷാരടി ജയിക്കണം എന്ന് പറയുന്നത്. ജയിക്കുന്നത് നമുക്കത് പറയാൻ പറ്റില്ല. ജയിക്കുന്നത് ഇപ്പോൾ ഇവിടെ മൂന്ന് പാർട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ താമര നിൽക്കുന്നുണ്ട്, അരിവാൾ നിൽക്കുന്നുണ്ട്, കൈ നിൽക്കുന്നുണ്ട്. നമുക്ക് പാലക്കാട് നല്ലൊരു ഭരണം വരണമെങ്കിൽ UDF ജയിക്കണം. പാലക്കാട് ഇപ്പോൾ നമ്മുടെ ഇതിൽ റസാഖാണ്, NMR റസാഖ്. എന്തുകൊണ്ടാണ് റസാഖിന്റെ പേര് പറയുന്നത്? റസാഖിന് നമ്മൾ വ്യക്തിപരമായിട്ടും അറിയാം. പിന്നെ ആ പാർട്ടി പാലക്കാട് കുറച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പാലക്കാട് റസാഖിന്റെ പേര് പറയുമ്പോ എന്താണ് റസാഖിന്റെ പ്രത്യേകത? റസാഖിന് പ്രത്യേകിച്ച് വ്യക്തിത്വമായിട്ട് നല്ല ആളാണ്. ആണോ? അതെ അതെ, അറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. BJP-ക്കാണ് ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, ഇപ്പോൾ ലോക്കൽ ഇലക്ഷൻസ് ഒക്കെ നടത്തിയത് എല്ലാത്തിലും BJP-യാണ് ജയിച്ചത് കണ്ടത്. UDF. എന്തുകൊണ്ടാണ് UDF-ന്റെ പേര് പറയുന്നത്? എന്താണ് അവന്റെ പേര്? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ജയിക്കും. ജനങ്ങൾക്ക് അതിന്റെ കൂടെയാണ്. പണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഇന്ന ഒരു പാർട്ടി വരും, വിജയിക്കുന്ന കണക്കൂട്ടികളൊക്കെ സംഭവിക്കാറുണ്ട്. എക്സിപ്പോൾ എന്നൊക്കെ പറയില്ല അതിലൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ കോൺഗ്രസിന്റെ ഈ പ്രശ്നം കാരണം കൊണ്ട് വോട്ടൊക്കെ മാറ്റം വരാൻ ചാൻസ്. ശോഭ ജയിക്കുന്നുള്ളതാണ്. BJP-ക്ക് അല്ലേ? അതുകൊണ്ടാണ് കൂടുതൽ. BJP-ക്കാ കൂടുതൽ ജയിക്കുന്ന പറയുന്നത്. ജയിക്കുന്ന പ്രതീക്ഷിക്കണോ? ആരാണോ എല്ലാവരും നല്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. പിന്നെ ആര് ജയിച്ചാലും സന്തോഷം മാത്രം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കണം എന്നുള്ളതാണ്? അങ്ങനെ ചോദിച്ചാൽ എനിക്കങ്ങനെ ആര് ജയിച്ചാലും ഓക്കെയാണ് എന്നുള്ള രീതിയാണ്. റസാഖ്. എന്തുകൊണ്ടാണ് റസാഖിന്റെ പേര് പറയുന്നത്? അല്ല, പുള്ളി നല്ല ചെയ്യുന്നുള്ളൊരു ചെറിയൊരു ഇത്, അതാണ് പുള്ളി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് സരിന് വലിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ഒരു കാലുമാറി വന്ന ഒരു പ്രതീതി കാരണം അയാൾക്ക് കിട്ടിയില്ല. ഇപ്പോഴുള്ള NMR റസാഖ് കുറച്ച് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാളുടെ വിനയത്വം, കുലീനത്വം ജനങ്ങളെ ആകർഷിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹം എങ്ങനെയാ? അയാളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലേ ഉള്ളൂ, പഠിച്ചു വരട്ടെ. ഇപ്പൊ രണ്ടാളെ പഠിപ്പിച്ച് രണ്ടാളെ പെൺവിഷയത്തിന് പിന്നാലെ പോയില്ലേ, ഇനി ആരെ പഠിപ്പിക്കേണ്ടത്? അപ്പൊ അതുകൊണ്ട് സാധ്യത ഉണ്ടെന്നാ റസാഖിന്? ഈ ട്രെൻഡ് അയാൾക്ക് വരെ തോന്നുന്നുണ്ട്. അങ്ങനെ ആരെ ഭരിച്ചാലും നല്ല ഭരണം വന്നാൽ മതി. അതാണ് നമ്മൾ കണ്ടത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിച്ചാൽ മതി. പാലക്കാട് സ്വാഭാവികം ജയിക്കുള്ളൂ. ഭരണം കേരളത്തിൽ കോൺഗ്രസിന്റെ ആണെങ്കിലും
ശോഭയ്ക്ക് കുറച്ച് സീറ്റ് ഉണ്ടാവും അവിടെ. കോൺഗ്രസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താ പറയാൻ എല്ലാം കൊണ്ടും കോൺഗ്രസിനാണ് കൂടുതലായിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കാണുന്നത് പറയുന്നത്? അവരുടെ പ്രവർത്തനം അങ്ങനെയാണ് അതുകൊണ്ട് കാണുന്നത്. അത് LDF സർക്കാരിന്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതാണ് സാധാരണക്കാരന്റെ പ്രശ്നത്തിലേക്ക് ആഴത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുന്നത് LDF സർക്കാരാണ്. അതുകൊണ്ടാണ് അവർ ജയിക്കുമെന്ന് പറയുന്നത്. അങ്ങനെയാണ്. അങ്ങനെ തന്നെ. റിസാഖ് ജയിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിസാഖിനാണ് ഭൂരിപക്ഷം കാണുന്നത്. ആണോ? എന്തുകൊണ്ട് അങ്ങനെ ഭൂരിപക്ഷം കാണുന്നത്? പറഞ്ഞാൽ അയാള് നല്ല വ്യക്തി, നമ്മുടെ പിണറായി വിജയൻ ഭരിക്കുന്ന ആള്. ജയിക്കുന്നത് ആരാണെന്നുള്ള ഉറപ്പ് അത്ര ഇല്ല. പക്ഷേ ആഗ്രഹിക്കുന്നത് BJP വരണം എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നത്? എന്താന്ന് കഴിഞ്ഞാല് ഉത്തർപ്രദേശത്തിലും അവിടെയും ഇവിടെ എല്ലാം കാണുന്നുണ്ടല്ലോ വികസനം. ആര് ജയിക്കുന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പറയാനുള്ള അത്രയും പറയാനായിട്ടില്ല. ഇതിപ്പോൾ 3 കക്ഷികളും നല്ലോണം പൊരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരാന്നുള്ളത് എനിക്കിപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ശോഭ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശോഭയുടെ വർക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല വ്യക്തിയാണ്. കോൺഗ്രസ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പേര് പറയുന്നത്? പിഷാരടി ജയിക്കണമെന്ന് പറയുന്നത്. ഇവിടെ റസാക്ക് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ ന്യൂനപക്ഷം വോട്ട് ഒരു പ്രാരി പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുണ്ട്. സലോണി മേപ്പറമ്പ് പ്രാരി പഞ്ചായത്ത്. NMR റസാഖോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങേര് പൊതുവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിത്വം നോക്കിയിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യും. പൊതുവായുള്ള വ്യക്തി എന്ന് പറയുമ്പോ പൊതുവായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും സ്വീകാര്യമുള്ള ആള് ആണ്. ഇപ്പൊ നിങ്ങൾ പോയാലും ഞാൻ പോയാലും പോയി കാണാൻ പറ്റുന്ന ഒരു സൗകര്യത്തിനുള്ള ഒരാൾ ഇയാളാവും. ജയിക്കേണ്ടത് ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവര് കുറെ രാഷ്ട്രീയമായിട്ട് കുറച്ച് രാഷ്ട്രീയമായിട്ടൊക്കെ കുറെ കൂടെ പുരോഗമന ചിന്താഗതിക്കാരിയാണ്. എന്തുകൊണ്ടാണ് പിഷാരടിയുടെ പേര് പറയുന്നത്? ഇവിടെ അങ്ങനെയാണ്. പാലക്കാട് രമേശ് പിഷാരടി. എന്തുകൊണ്ടാണ് രമേശിന്റെ പേര് പറയുന്നത്? ഇത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട്. BJP ജയിക്കണം. എന്തുകൊണ്ടാണ് BJP ജയിക്കണം എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. UDF ജയിക്കാനുള്ള ചാൻസ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പഴയ ഹിസ്റ്ററിയൊക്കെ നോക്കിയാലേ, റിസൾട്ട് ഹിസ്റ്ററിയൊക്കെ നോക്കിയാൽ അതിനാണ് ചാൻസ് കൂടുതൽ. കേരള സംസ്ഥാനമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ശരി, നമ്മൾ ഒരിക്കലും മണ്ടത്തരം ചെയ്യരുത്. ഭരണം മാറി മാറി വന്നാലേ പൊതുജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. പല കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്ന് കഴിഞ്ഞാൽ തുടർഭരണം വന്നു കഴിഞ്ഞാൽ അവർക്ക് മറച്ചു പിടിക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾ കൊടുക്കുന്ന വീണ്ടും ഒരു 5 ആര് ജയിക്കണം എന്നല്ല, ഭരണം മാറി വരണം, കോൺഗ്രസ് വരണം. ഇപ്പോൾ NMR റസാഖിനാണ് ചാൻസ് കാണുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് ആളിപ്പോ നല്ല പ്രവർത്തനമാണ്. പിന്നെ ഇപ്പോ കോൺഗ്രസിന്റെ ഇപ്പോ വീണ്ടും സ്ത്രീപീഡനം വന്നു. BJPക്ക് ഒരു അവസരം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, ഒരു മാറ്റം ആവശ്യമാണല്ലോ, എല്ലാവരും ഭരിക്കട്ടെ. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ ഫസ്റ്റ് ഇപ്പോൾ ഉള്ളത് ശോഭാ സുരേന്ദ്രൻ. ഇവിടെ പിസടിക്കാൻ വായ്പ. എന്തുകൊണ്ടാ? അതെന്തുകൊണ്ട് കേട്ടാ ഷാഫി മാങ്കൂട്ടൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കാരണം ആര് ജയിക്കണം പറഞ്ഞാൽ എന്താണ്, മറ്റേ കോൺഗ്രസേ വരുള്ളൂ. ചെറിയ വോട്ടിന് കോൺഗ്രസ് ജയിക്കും. ഫുള്ളും മറ്റേ ഇയാളെ ജയിച്ച പോലെ, മാങ്ങോട്ടും ജയിച്ച പോലെ ഒന്നും ജയിക്കൂല. നല്ല ഭരണം തരുന്നവർ ജയിക്കട്ടെ. ആരാണ് ജയിക്കുന്നത്? കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത, നാടിന് വികസനം തരുന്ന, ജനങ്ങൾക്ക് സംരക്ഷണം തരുന്ന പാർട്ടി ജയിക്കും. അത് ആരാണ്? ജനങ്ങൾ തെരഞ്ഞെടുക്കട്ടെ. LDF വന്നാൽ മതി. അത് NMR ആളൊന്നും പ്രശ്നമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയോട് ജയിക്കണം. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പിഷാരടിക്കാണ് ചാൻസ് കൂടുതൽ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയേണ്ടത് വെച്ചാൽ നിലവിൽ ഒരുപാടായിട്ട് കോൺഗ്രസ് ആണ് ഈ സീറ്റ് നിലവിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിഷാരടി ജയിക്കുന്ന പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ ജയിക്കുള്ളൂ. പാലക്കാട് നല്ല സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിഷാരടി വരണം എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പിഷാരടി നല്ലൊരു വ്യക്തിയാണ്. പിന്നെ രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ പിഷാരടി എന്താ പറയാ, നല്ലൊരു വ്യക്തിയാണ് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. രമേശ് പിഷാരടി. എന്തുകൊണ്ട് അങ്ങനെ സംശയമൊന്നുമില്ല. ഇത് കോൺഗ്രസിന്റെ മണ്ഡലമാണ്. അതിനിപ്പോ അത്രയും വലിയൊരു സംഭവം ഉള്ളത് കൊണ്ടല്ലേ ഇപ്പോ മറ്റേ വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുള്ള ഷാഫി പറമ്പിൽ അടക്കം എയിം ചെയ്തിട്ട് നടക്കുന്നത്. ഇവിടെ പാലക്കാടിലെ സ്ഥാനാർത്ഥിയാണ് ജയിക്കണം. NMR റസാഖിനെ ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവിടെ ഇയാള് പാലക്കാട് ജനിച്ചു വളർന്ന ആളല്ലേ. അയാൾക്ക് ഇവിടെ നല്ല സ്വാധീനമുണ്ട്. നമുക്കിപ്പോ ട്രെൻഡ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ ട്രെൻഡ് എന്താണ്? നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ട്രെൻഡ് അല്ല. നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരെയും പറയാൻ പറ്റില്ലല്ലോ. ഇല്ല. താമര വരണം. BJP എന്നുള്ള സ്ഥാനാർത്ഥി വന്നാൽ തൂക്കും. അല്ലെങ്കിൽ ഒരു വികസനം ഉണ്ടാവില്ല. മാറി ഇടത് വലുത് മാറി വരച്ചു കഴിഞ്ഞാൽ ഒരു വികസനത്തിന് വരാൻ ഒന്നും ഉണ്ടാവില്ല. വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ റസാഖ് അണ്ണൻ നല്ല മനുഷ്യനാണ്. പക്ഷെ അയാൾ എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് കറക്റ്റ് ക്യാരക്ടർ അറിയാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പാലക്കാട്ടുകാരനായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹം ജയിക്കണമെന്നുണ്ടോ നിങ്ങൾക്ക്?
തീർച്ചയായിട്ടും ജയിച്ചാൽ അതൊരു ഉപകാരമായിരിക്കും. ഉപകാരമായിരിക്കും. ശോഭാ സുരേന്ദ്രൻ ആ. ജയിക്കും. ആണോ? ആ. അങ്ങനെയാണ്. അങ്ങനെ ഗ്യാരണ്ടി ആണോ? ഗ്യാരണ്ടിയാണ്. അങ്ങനെയാണ്. UDF എന്തുകൊണ്ടാണ് UDF പേര് പറയുന്നത്? മാറ്റം വരണം. മാറ്റം വരണം, അതുകൊണ്ടാണ്. രമേശ് പിഷാരടി. എന്തുകൊണ്ടാ? എന്തോ ഷാഫി തുടങ്ങിയ ചികിത്സകള് തുടർച്ചയായി പോകാൻ വേണ്ടിയിട്ട്. ശോഭാ സുരേന്ദ്രൻ ജയിക്കും. ശോഭ. എന്തുകൊണ്ടാ ശോഭന്റെ പേര് പറയുന്നത്? അത് നല്ല പ്രവർത്തി, വനിതയില് നല്ലൊരു നേതാവാണ്. NMR റസാഖ് BJPക്ക് സാധ്യത കുറവാണ് പൊതുവെ. പക്ഷെ NMR റസാഖാണ് നിൽക്കുന്ന കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. ആര് വരുന്നു പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അതങ്ങനെ ത്രികോണ മത്സരമായ കാരണം പറഞ്ഞു പറ്റൂല. പാലക്കാട് BJP തന്നെ ജയിക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? BJP പല ഇതും കൊണ്ടുവരുന്നുണ്ടല്ലോ, പരിഷ്കാരങ്ങളും. അതുകൊണ്ട് ജയിക്കണം. രമേശ് പിഷാരടി. എന്തുകൊണ്ടാ രമേശിന്റെ പേര് പറയുന്നത്? രമേശിന്റെ പേര് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടെ നിർത്തിയില്ലേ? പക്ഷേ അത് ഞങ്ങൾക്ക് അറിയ പോലും ഇല്ല, അയാൾ ജയിച്ചില്ലേ? രമേശ് പിഷാരടി എന്ന് പറഞ്ഞാൽ 4 ആൾ അറിയണ ആളല്ലേ. സാധ്യത ഇപ്പൊ UDF സിറ്റിംഗ് സീറ്റ് അല്ലേ, അവർക്കാണ് സാധ്യത എന്ന് തോന്നുന്നു. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാ? വർക്കൊക്കെ കാണുമ്പോൾ അതേമാതിരി ഉണ്ട്. ആണല്ലേ? NMR റസാഖിന് സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അദ്ദേഹം പാലക്കാട്ടുകാരനായതുകൊണ്ടും വ്യക്തിപരമായിട്ട് എല്ലാവരായിട്ടും നല്ല അടുപ്പം ഉള്ളത് കൊണ്ടും ജയിക്കുന്നത്. പിഷാരടി. എന്തുകൊണ്ടാ പിഷാരടി പേര് പറയുന്നത്? നല്ലൊരാളായതുകൊണ്ട്. നല്ല ആളാണോ? അതുകൊണ്ട് ജയിക്കുന്നു പറയുന്നത്? അയ്യോ, അതിപ്പോ എങ്ങനെയാ പറയാ? മലയാളത്തിൽ പറയണം. എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും എനിക്ക് അത്രയ്ക്കുള്ള പൊളിറ്റിക്സ് ആയിട്ടൊന്നും പരിചയമില്ലേ. പരിചയമില്ല. പിഷാരടി ജയിക്കുന്നതാണ് തോന്നുന്നത്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എന്താ അങ്ങനെ പറയണതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ഭരണം തന്നെ നമുക്കെല്ലാം അങ്ങനെയാണല്ലോ. UDF ജയിക്കുന്നുള്ളതാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷത്തെ ഭരണ സംവിധാനത്തിൽ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. LDF തന്നെ ആയിരിക്കണം. എന്തുകൊണ്ടാ LDF എന്ന് പറയുന്നത്? അവരെന്നെ എല്ലാത്ത കാര്യം വരച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തന്നെ മുൻഗണനയുള്ളൂ. റസാഖിന്റെ പേരാ പറയുന്നത്? റസാഖല്ല, NMR. നമ്മുടെ കാഴ്ചപ്പാട് എല്ലാ പാർട്ടിക്കാരും നല്ല പാർട്ടിക്കാരാണ്, കുഴപ്പമൊന്നുമില്ല. ശരി. അധിക വർഷം നല്ല ഭരണം ഇനി ആര് കൊണ്ടുവരണോ അവര് ഒന്നും കൂടി. ആരാണ് അത്? ഇങ്ങനെ എല്ലാരും തന്നെ ഒരാൾക്ക് ചാൻസ് കൊടുത്ത ഒരാള് കൊണ്ടുവരുന്ന റസാഖിന്റെ പേര് പറയാൻ കാരണം എന്താ? നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. വേണ്ടപ്പെട്ട ആളെന്ന് പറയുമ്പോ എന്താണ്? വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ല വ്യക്തിയാണ്. ആണോ? ശോഭാ സുരേന്ദ്രൻ വരണം. എന്തുകൊണ്ടാ? വികസനം വരണം. ആ. ജനങ്ങൾക്ക് നല്ലൊരു കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഇപ്പൊ കോൺഗ്രസ് ജയിക്കുന്നതാണ് തോന്നുന്നത്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് പ്രത്യേകിച്ച കാരണമൊന്നുമില്ല. അവരെല്ലാം ഭരിച്ചോണ്ടിരിക്കുന്നത് അധികാരത്തിൽ വരട്ടെ എന്നാണ്. പിഷാരടി. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. നിലവിലിപ്പോ കോർപ്പറേഷന്റെ ഭരണമൊക്കെ BJP ആണ് 30 വർഷമായിട്ടുള്ളത്. അതിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ശോഭാ സുരേന്ദ്രൻ നമുക്ക് ഇത്രയും BJPയുടെ നല്ല സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. അവര് ജയിക്കണതാ? പാലക്കാട് കോൺഗ്രസ് ആണ്. അതെ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അല്ല, ഒരു കോൺഗ്രസ് വന്നാൽ നല്ലത്. നല്ല കാഴ്ചപ്പാട് നടത്തിയിട്ടുണ്ട് ലാസ്റ്റ് ടൈം MLA. LDF. എന്തുകൊണ്ടാ LDFന്റെ പേര് പറയണേ? ഭരണം നല്ല ഭരണമുണ്ട്. അപ്പോ NMA റസാഖിന്റെ കാര്യം പറയുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റസാഖ്. എന്തുകൊണ്ടാ റസാഖിന്റെ പേര് പറയുന്നത്? പാലക്കാട്ടുകാരനാണ്, സാധാരണക്കാരനാണ്, ജനങ്ങളായിട്ട് ബന്ധമുള്ള ആളാണ്. പിന്നെ ഇവിടുത്തെ വികസനം മുരടിപ്പിന് ഒരു മാറ്റമാണ്. ആണ്. പാലക്കാട്ടുകാരനായതുകൊണ്ടാണോ? അതെ. ഇവിടെ കോൺഗ്രസ് വരുന്നുള്ളതാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഹോപ്പ് കാണുന്നത് അതുകൊണ്ടാണ്. ആണോ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത 3 ആളും കോമ്പിനേഷൻ മത്സരമാണ്. പക്ഷെ ആരും ജയിച്ചിട്ടും കാര്യമില്ല. അവനാൻ പണിയെടുത്ത് അവനാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് മാത്രം പോക്കറ്റ് നടക്കാൻ മാത്രം. ഇപ്പോഴത്തെ കാര്യങ്ങളിൽ ഈ 2 ദിവസം നമ്മളെ കാണാനും ഓടി വരും ഒക്കെ ചെയ്യും. രമേശ് പിഷാരടി ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, മൂപ്പത്തെ നമ്മുടെ മുൻകാലങ്ങളിലുള്ള പ്രവർത്തികൾ കാരണം ഷാഫിന്റെയും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ എടുത്തത് കൊണ്ട് UDF ജയിക്കും. പാലക്കാട് NMR റസാഖ്. അതുകൊണ്ടാ NMRന്റെ പേര് പറയുന്നത്? അദ്ദേഹം ജനങ്ങളായിട്ടുള്ള സമ്പർക്കം വളരെയധികം അടിത്തട്ടിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ജനങ്ങളായിട്ട് എന്നും നല്ല സൗഹൃദം, നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ റസാഖിന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ വികസനം അതുകൊണ്ടാണോ റസാഖ് വേണമെന്ന് പറയുന്നത്? റസാഖിന് ശോഭാ സുരേന്ദ്രൻ ജയിക്കാനാണ് സാധ്യത കൂടുതൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അവര് 2 പ്രാവശ്യം ഇവിടെ നിന്നിട്ട് പരാജയപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള 2 സ്ഥാനാർത്ഥികളും അവർക്ക് ശക്തമായിട്ടുള്ളൊരു എതിരാളികളല്ല. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ചെയ്യണം. ജയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ജയിക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് ഞാൻ. രമേശ് പിഷാരടി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു മത നിരപേക്ഷത അതിനു വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞത്. ആര് ജയിക്കാൻ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല.
അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ രണ്ടുപേര് ഇറക്കുമതിക്കാരാണ്, ഒരാൾ ഈ നാട്ടുകാരാണ്. അപ്പൊ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ആര് ജയിക്കാൻ സാധ്യത? അതിനെപ്പറ്റി നമുക്കറിയില്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ലല്ല, നമ്മൾ ഇലക്ഷനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇല്ലാത്ത ആളാ, അതുകൊണ്ട് അറിയില്ല. രാഷ്ട്രീയപരമായിട്ട് പിഷാരടിയാണ് കോൺഗ്രസിന്റെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമ്മൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസിന് വോട്ടിട്ട് അതുകൊണ്ട് ജയിക്കണതാ. BJP വരണം. BJP വരണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? BJP വന്നാലേ വികസനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. UDF സാധ്യത കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ പോയ പ്രാവശ്യം രാഹുൽ മാങ്കൂട്ട് 18,500 ഭൂരിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. ആ 18,500 ഭൂരിപക്ഷം വന്ന അവസ്ഥയ്ക്ക് ഇത് എന്തെന്നെ പൊളിറ്റിക്കൽ ഫൈറ്റ് വന്നാലും ഇവിടെ 100% UDFന്റെ കോട്ടയാണത്. പാലക്കാട് താമര. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ പോയ ട്രിപ്പ് താമര ചാൻസ് വന്നു. ഈ ട്രിപ്പ് ജനങ്ങൾ മാറി ആലോചിച്ച് വരുന്നുണ്ട്. NMR റസാഖ്. റസാഖിന്റെ പേര് എന്തുകൊണ്ടാ പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്തുകൊണ്ട് റസാഖിന്റെ പേര് പറയുന്നു? മൂപ്പര് പുതിയ ആളാണ്. ഫസ്റ്റ് തന്നെ BJPയും കോൺഗ്രസൊന്നും വന്നിട്ട് ഇവിടെ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ പുതിയൊരാൾ വരുമ്പോൾ എന്തായാലും നല്ലൊരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. റസാഖ് എന്തുകൊണ്ടാണ് റസാഖിന്റെ പേര് പറയുന്നത്? റസാഖ് ഇവിടെ LDF നല്ല ഇതൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. ആണോ? LDF ഗവൺമെന്റ് നല്ല പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ശോഭ ചേച്ചി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പ്രാവശ്യം കുറെ അഴിമതികളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? നമ്മളിപ്പോ തന്നെ മിനിങ്ങാത്ത ന്യൂസ് കണ്ടില്ലേ? മറ്റേ കോൺഗ്രസിന്റെ. അത് കാരണം കുറെ വെറുത്ത് കഴിഞ്ഞു. ഇനി പുതിയൊരു ഇത് തുടക്കം വരട്ടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ NMR റസാഖിനാണ് സാധ്യത. എന്തുകൊണ്ട് NMRന്റെ പേര് പറയുന്നത്? അത് പുതിയൊരു, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു MLA എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തു വെച്ചതും അതേപോലെ ഒരു പുറത്തുനിന്നുള്ള ഒരാൾ എന്ന നിലയ്ക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പോരാ. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ? അഭിപ്രായം പറഞ്ഞാൽ ഇപ്പൊ നമ്മള് മുന്നറിയിപ്പ് വരികയാണെങ്കിൽ കോൺഗ്രസ് വരാൻ സാധ്യതയുണ്ട്. താങ്കളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കണം? അതിനോട് ഞാൻ താല്പര്യം. ശോഭാ സുരേന്ദ്രൻ വരും. എന്തുകൊണ്ടാ? അത് വരും. അത്രയും വേറെ ഒന്നും പറയുന്നില്ല. വരും. എന്തുകൊണ്ടാ UDFന്റെ പേര് പറയുന്നത്? സാഹചര്യമാകുമ്പോൾ UDF ചാൻസ് ആണ്. അങ്ങനെയാണ് ചാൻസ്. അതെ, കൂടുതൽ ചാൻസും കോൺഗ്രസിന് തന്നെയാണ്. പിന്നെ സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണ്. കമ്മ്യൂണിസ്റ്റ് വരട്ടെ പറഞ്ഞിട്ടാ. അതെന്തുകൊണ്ടാ കമ്മ്യൂണിസ്റ്റ് വരാന്ന് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് നല്ല ഭരണം തന്നിട്ടുണ്ട്. അത് തന്നെ. NMR റസാഖ് അല്ലേ? അതെന്താണ് NMR റസാഖിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം? കാരണം പറഞ്ഞാൽ ഒരു നല്ല ആള്. ഒരു മാറ്റം വരട്ടെ. ആരാണ്? BJP വരട്ടെ. മാറ്റം വരും ആണല്ലേ? BJP വന്നാ മാറ്റം വരും. മാറ്റം വരുന്ന വിചാരിക്കുന്നു. പിഷാരടിയായിരിക്കാനാണ് സാധ്യത. രമേശ് പിഷാരടി ആവാൻ സാധ്യത. എന്തുകൊണ്ടാ? നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ആളുടെ സംസാരം, പ്രസംഗങ്ങളല്ല, ആളുടെ വാഗ്ദാനങ്ങളൊക്കെ കേൾക്കുമ്പോ എനിക്കൊരു പാർട്ടി ജയിക്കണം. എന്റെ ഒരു പാർട്ടി ഉണ്ട്. അതാരാണ്? അത് ഞാൻ മനസ്സിലാക്കി. എന്നാലും പറ. അത് പറയില്ല. നമ്മളൊരു കച്ചവടക്കാരനല്ല, നമുക്ക് എല്ലാവരും വേണ്ടിയാണ്. പിഷാരടിയാണ്. എന്തുകൊണ്ടാ പിഷാരടിയുടെ പേര് പറയുന്നത്? പിഷാരടി പറഞ്ഞ പാലക്കാട് നമ്മുടെ രാഹുലിന്റെ ഒപ്പം നിൽക്കുന്ന ആളാണ്. അപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതുകൊണ്ട് പിഷാരടി വരണം. പിഷാരടി വരുള്ളൂ, ഉറപ്പ്. റസാഖ്. എന്തുകൊണ്ടാണ് റസാഖിന്റെ പേര് പറയുന്നത്? റസാഖ് പാലക്കാട്ടുകാരനാണ്. പിന്നെ മുമ്പ് സാഫി ഇവിടുന്ന് MP ഇലക്ഷനിക്ക് സാഫി അവിടെ നിന്ന് ഇവിടുന്ന് പോയി മാങ്കൂട്ടം വന്നു. മാങ്കൂട്ടം ഇപ്പൊ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. സാധ്യത NMRന്റെ പേര് എന്തുകൊണ്ടാ പറയുന്നത്? അങ്ങനെയല്ല, പാലക്കാട്ടുകാരനായതുകൊണ്ട്. അത്രേ ഉള്ളൂ. പാലക്കാട്ടുകാരനായതുകൊണ്ട് എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ടോ അദ്ദേഹത്തിന്? പ്ലസ് പോയിന്റ് കൂടുതലുണ്ട് ചാൻസ്. ആണോ? BJP. എന്തുകൊണ്ടാ BJPന്റെ പേര് പറയുന്നത്? കൂടുതൽ അവരല്ലേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. ആണോ? അതാണ് ചെയ്യുന്നത്. നോക്കാം, പ്രതീക്ഷിച്ച ആര് ജയിക്കും? ആര് ജയിക്കും നമുക്ക് അപ്പോൾ പറയാൻ പറ്റുള്ളൂ. ആണോ? അങ്ങനെയാണോ? കോൺഗ്രസ് വരണം. എന്തുകൊണ്ടാ കോൺഗ്രസിന്റെ പേര് പറയുന്നത്? ഇതിപ്പോ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറണമെങ്കിൽ കോൺഗ്രസ് വരണം. ആണോ? അങ്ങനെയാണ്. ഇവിടെ ജയിക്കാൻ സാധ്യത റസാഖ്. റസാഖിന്റെ പേര് എന്തുകൊണ്ടാ പറയുന്നത്? റസാഖിന്റെ പേര് നല്ലൊരു വ്യക്തിയാണ്. പിന്നെ മാർക്സിസ്റ്റിന്റെ അനുഭാവിയാണ്. അത് കാരണം അയാൾ ഈ നല്ല വ്യക്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ പറഞ്ഞാല് നിങ്ങൾ സ്വയം തീരുമാനിക്കും. ഞാൻ വേറെ ആരും വന്നിട്ടും കാര്യമില്ല ഇവിടെ. നമുക്കൊന്നും പറയാതെ എന്നാലും താങ്കളുടെ അഭിപ്രായത്തിൽ? അറിയില്ല, എനിക്ക് അത്രത്തോളം അറിയില്ല, പരിചയമില്ല. അറിയില്ല ആരാ ജയിക്കാന്നല്ലേ? പാലക്കാട് LDF തന്നെ വരും. LDF. എന്തുകൊണ്ടാ NMR റസാഖിന്റെ പേര് പറയുന്നത്? പേരല്ലേ, ഞാൻ പാർട്ടിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാ? പേരിലല്ല, പാർട്ടിന്റെ പാർട്ടിന്റെ ഇതിന് മാത്രം അനുകൂലിച്ചിട്ടാ പറയുന്നത്. പിഷാരടി. എന്തുകൊണ്ടാ പിഷാരടിയുടെ പേര് പറയുന്നത്? അയാൾക്കാണ് കൂടുതൽ സപ്പോർട്ട്. ആണോ? അതുകൊണ്ടാണ്. ശോഭാ സുരേന്ദ്രൻ ജയിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് പറഞ്ഞാൽ മറ്റേ മെഡിക്കൽ കോളേജ് നേരേക്ക് തരാൻ പറഞ്ഞു. 700 കോടിന്റെ വികസനം കൊണ്ടുവരാൻ പറഞ്ഞു.
അങ്ങനെ പറയാൻ പറ്റില്ല. ചാൻസ് ഉണ്ട് BJPക്കും കോൺഗ്രസിനാണ് ചാൻസ്. ഇതിലിപ്പോ ഒന്ന് കുറച്ചുകൂടെ പോയാൽ തന്നെ പറയാൻ പറ്റില്ലോ. പറയാൻ പറ്റില്ല. എല്ലാം നെക്ക് ടു നെക്ക് നിൽക്കുന്നുണ്ട്. കോൺഗ്രസോ? എന്തുകൊണ്ടാ? ആണോ? വിജയം നമ്മൾ വോട്ട് കൊടുക്കുന്നത് മാത്രമേ നമുക്ക്, അല്ലാണ്ട് നമുക്ക് ഏകദേശം താങ്കളുടെ അഭിപ്രായത്തിൽ അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പറയാൻ കഴിയില്ല. നമ്മുടെ അവകാശം നമ്മുടെ വോട്ട് ആണ്. അത് നമുക്ക് കൊടുക്കണം. കൊടുക്കാൻ സാധ്യത നമ്മളങ്ങനെ പറയാം. എന്നാലും താങ്കളുടെ അഭിപ്രായത്തിൽ പ്രായത്തിൽ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. പറയാൻ കഴിയില്ല. കൺഫ്യൂഷൻ ആണ്. കൺഫ്യൂഷനാണ്. ശോഭ സുരേന്ദ്രൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എനിക്ക് ഇപ്പൊ പറഞ്ഞ എല്ലാ അനുഭവങ്ങളും ഉണ്ട്. രാഷ്ട്രീയപരമായിട്ട് BJPയുടെ നല്ലൊരു ലീഡറാണ് ഇപ്പോഴത്തെ പാലക്കാട്ടില്. NMR. എന്തുകൊണ്ടാണ് NMR പേര് പറയുന്നത്? കാരണം അവർക്ക് നല്ല സപ്പോർട്ട് കൂടുതലുണ്ട്. അത് മാത്രമല്ല പെൻഷൻ കിട്ടുന്നുണ്ട്, നല്ല പെൻഷൻ കിട്ടുന്നുണ്ട്, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ്. ആണ്. പിഷാരടി. എന്തുകൊണ്ടാണ് പിഷാരടിന്റെ പേര് പറയുന്നത്? സാരടി പറയുമ്പോൾ നമ്മളൊക്കെ പറ്റണല്ലോ. UDF ആണ് സാധ്യത. CPM ആർക്ക്? നമ്മുടെ ഇത് ബിരിയാണി NMR. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജയിക്കാത്ത സാധ്യത ആണോ? എന്തുകൊണ്ടാണ് സാധ്യത എന്ന് പറയുന്നത്? സാധ്യത പറഞ്ഞത് നമ്മുടെ കോൺഗ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് തരികയാണ്. അതൊക്കെയാണ് ജയിക്കാൻ സാധ്യത. BJP. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് അതാണ് നല്ലത്. ആണ് നല്ലത്. എല്ലാ അനുകൂലിയും കിട്ടും. അതുകൊണ്ട് എല്ലാം BJP തന്നെ വേണം. ആണ് വരുന്നത്. പിഷാരടിക്കാണ്. പിഷാരടി. എന്തുകൊണ്ടാണ് പിഷാരടിന്റെ പേര് പറയുന്നത്? ആദ്യമായിട്ട് വരണല്ലേ, എങ്ങനെ നോക്കാല്ല മൂപ്പരുടെ പരിപാടിയൊക്കെ എങ്ങനെ നോക്കാന്ന് വെച്ചിട്ടാണ്. അല്ലേ? പിഷാരടി വരുമെന്നാണ് ഉദ്ദേശം. പിഷാരടി. എന്തുകൊണ്ടാണ് പിഷാരടിന്റെ പേര്? ഒരു MLA ഇവിടെ ശരിക്കില്ല, അത് കാരണം കൊണ്ട്. ആണോ? പിഷാരടി വരണമെന്നാ പറയുന്നത്. അതെ. ആണ്. അല്ല MLA അല്ലല്ലോ, അത് കാരണം കൊണ്ട്. ആണ്. പക്ഷെ LDF ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതെങ്ങനെയാണ് ഈ സർക്കാർ തുടരണം? ഇത്രയും നല്ലൊരു സർക്കാർ കേരളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് NMR ജയിക്കണം എന്ന് പറയുന്നത്. NMR ജയിക്കണം. ആണ്. സാധനം പിഷാരടിക്കാണോ? പിഷാരടി. എന്തുകൊണ്ടാണ് പിഷാരടിന്റെ പേര് പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? അല്ല, കൂടുതൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ആണ്. ട്രെൻഡ് അങ്ങനെയാണ്. അങ്ങനെയാണെന്ന് തോന്നണം. ആണ്. നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. എന്തുകൊണ്ട് അങ്ങനെ അറിയില്ല. അങ്ങനെ ചോദിച്ചാൽ നമ്മളെന്താ പറയുന്നത്? നിങ്ങൾ തന്നെ പറയണം. ആര് ജയിക്കുക? BJP സ്ഥാനത്ത് ജയിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇത് പറയാൻ കാരണം നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. രണ്ടുപേരും ഇടതുപക്ഷവും വലതുപക്ഷവും സ്ഥാനാർത്ഥികള് കുറച്ച് നേതാവല്ല. രണ്ടുപേരും പെട്ടെന്ന് വന്ന ആൾക്കാരാണ്. UDF. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവർ തന്നെ വരണം. പാലക്കാട് LDF, UDF, BJP ഈ മൂന്നെണ്ണത്തിൽ അവർ UDF തന്നെ വരും. പിഷാരടി. എന്തുകൊണ്ടാണ് പിഷാരടിയുടെ പേര് പറയുന്നത്? ഇവിടെ കൂടുതൽ കോൺഗ്രസ് ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഷാഫി ഉണ്ടാക്കി വെച്ചൊരു ഇമ്പാക്ട്. അതുകൊണ്ട് പിഷാരടി ജയിക്കും. അതുകൊണ്ട് പിഷാരടി ജയിക്കും. എനിക്ക് NMR റസാക്ക് ജയിക്കണമെന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? LDF ഇനിയും വരണം എന്നുണ്ട്. കുറച്ചുകൂടി അവർ കണ്ടിന്യൂസ് ആയി വന്നു കഴിഞ്ഞാൽ, അവരുടെ ഭരണം വന്നു കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് പോകാൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കും. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ കേരളം മാറി മാറി ഭരിക്കുന്ന ഇടതുപക്ഷം കോൺഗ്രസ് ഇവരുടെ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. BJPക്കാണ് ചാൻസ് കാണുന്നത്. BJPക്ക് ചാൻസ് കാണുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? എന്ന് പറയുമ്പോൾ പിഷാരടി ഒരു ഒത്ത സ്ഥാനാർത്ഥി അല്ല. പിഷാരടി പൊതുവെ ഒരു സിനിമ ആർട്ടിസ്റ്റ് എന്നുള്ള ആൾ കൂടുന്നല്ലാണ്ട് വോട്ടായി മാറി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ ജയിക്കണത് UDF ജയിക്കുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ LDF വരില്ല. ഇവിടെ വരാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ടാണോ? അതുകൊണ്ടാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരുത്തനും ജയിക്കരുതെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വന്നിട്ടും നമുക്ക് പ്രയോജനമൊന്നുമില്ല. ഒരു പ്രയോജനം, നമ്മളെ ഒരു മിനിറ്റ് ഓടിയേ, ഒരു പ്രയോജനവും ഇല്ല. ഇത്രയും കാലം പലരും ഭരിച്ചല്ലോ, എന്ത് നേടി നിങ്ങൾ? ജയിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ വയ്യ. അതുകൊണ്ടാണ്. ഒന്നും പറയാൻ പറ്റാത്ത കാലാവസ്ഥകളല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ കാലാവസ്ഥ അങ്ങനെ മാറിയത്? മാറി പറഞ്ഞപ്പോ നല്ലതും ചെയ്യുന്നവർ കെട്ടതും ചെയ്യുന്നവർ ഒരുപാട് ഉണ്ടാവും. അതുകൊണ്ട് ആരൊക്കെ നമുക്ക് തൃപ്തി ആ സമയത്ത് നോക്കിയിട്ട് രണ്ടും മറികടന്നിട്ട് മറ്റേ CPMന്റെ പാലക്കാട്ടുകാരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വരും. റസാക്ക് വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് വരാൻ കാരണം പറഞ്ഞാൽ അയാൾ പാലക്കാട്ടുകാരനാണ്. 100 മറ്റേ 2 പഞ്ചായത്തുകളായിട്ട് നല്ല ബന്ധമുണ്ട്. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അയാൾക്ക് നല്ല അനുഭവ സമ്പത്തുള്ള ഒരു സ്ത്രീയാണ്. ജനങ്ങളുടെ മനസ്സ് കവർ ചെയ്യാൻ അറിയേണ്ടത്. ജയിക്കുന്ന ചോദിച്ചാൽ കോൺഗ്രസ് ജയിക്കുന്നു വിചാരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെയെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയുടെ ഒക്കെ മുഖഭാവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു പ്രാവശ്യം BJPക്ക് നല്ല ചാൻസ് ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതായത് ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥികളുടെ കുറച്ച് വീക്കാണ്. കേന്ദ്രത്തിൽ അവരുള്ളതുകൊണ്ട് BJP ജയിക്കണം. അതുകൊണ്ടാണ് BJP ശോഭ ജയിക്കണം. അതെ. അത് ഒന്നിപ്പോ എനിക്ക് അത്രയെങ്കിലും പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല. ഇല്ല. ജയിക്കും. അത് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോഴത്തെ സ്ഥിതിയില്. ഇല്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ ആ ജയിക്കും പറയാൻ പറ്റില്ല.
രണ്ടാൾക്കും സാഹചര്യമായിട്ട് വോട്ടുണ്ട്. എന്നാലും പറയാൻ പറ്റില്ല. ശോഭാ സുരേന്ദ്രൻ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കരുത്തായ സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രനും മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും ബ്രാൻഡഡ് കാൻഡിഡേറ്റ്സുകളല്ല. പിഷാരടിക്കാണ് ഈ പ്രാവശ്യം കോൺഗ്രസിനാണ് ഈ മണ്ഡലത്തിൽ കൂടുതൽ ചാൻസ് കാണുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ കുറേ വർഷം 10 വർഷം തുടർച്ചയായി ഭരിച്ചല്ലേ റസാഖണ്ണൻ. റസാഖണ്ണൻ പാലക്കാട് പരിചയമുള്ളതാണ്. പിന്നെ മൂപ്പർക്ക് കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് പാലക്കാട് എന്താണെന്നുള്ളത് മൂപ്പർക്ക് നന്നായിട്ടാണ് എന്തൊക്കെ ഡെവലപ്മെന്റ് വരണം എന്നുള്ളത്. പിന്നെ ശോഭ ചേച്ചിയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള വികസനവും വരാൻ ചാൻസ് ഉണ്ട്. NMR റസാഖ്. എന്തുകൊണ്ടാണ് NMR റസാഖ് എന്ന് പറയുന്നത്? നല്ലൊരു വ്യക്തി, പാലക്കാട്ടുകാരെ ഇവിടെ വളർന്ന ആള്. അതൊരു കോൺഗ്രസ് ജയിക്കുന്നതാണ്. ആര്? പിഷാരടിയോ? പിഷാരടി. എന്തുകൊണ്ടാ? പിഷാരടി നേരത്തെ മാങ്കൂട്ടത്തിന് ഒരു കൂടുതൽ ഇതുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ജയിക്കണം. ജയിക്കണം എന്നാണ്. പാലക്കാടിൽ ജയിക്കുന്നപ്പോ പിഷാരടി ഏട്ടൻ അവരാണല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, അവരും നിൽക്കുന്നുണ്ട്. അവര് ആദ്യം ഇപ്പോ സിനിമയിലൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിൽ പേരുണ്ട് പറഞ്ഞിട്ട് NMR വരണം തന്നെയാണ്. അല്ല, NMR റസാഖ് വരണം തന്നെയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അപ്രോച്ച് ഉണ്ട്, അപ്രോച്ച് ഡിഫറെന്റ് വേ ആണ്. നല്ല ഡിഫറെന്റ് വേ അപ്രോച്ച്. അതെന്തുകൊണ്ട് അങ്ങനെ ഡിഫറെന്റ് വേ അപ്രോച്ച് എന്നൊക്കെ പറയാം? ആദ്യം ഇടപഴകുന്ന രീതി ഉണ്ട്. പാലക്കാട് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സ്ഥാനാർത്ഥികളൊന്നുമല്ല, മൂന്നും തുല്യത്തിന് തുല്യമാണ്. സ്വതന്ത്രനായിട്ട് നിൽക്കുന്നതിൻ്റെ അല്ല. ഈ 3 പാർട്ടിയിലും അടിപൊളിയായിട്ട് ഇപ്രാവശ്യം ഇപ്പം ഇന്നലെ മോദി വന്ന് പറഞ്ഞ പോലെ ഇപ്രാവശ്യത്തെ ജയവും അത്ര കടും പൊടുത്തായിട്ടുള്ള ഒരു മത്സരമായിരിക്കും. കോൺഗ്രസ്. എന്തുകൊണ്ടാണ് അങ്ങനെ കോൺഗ്രസിന്റെ പേര് പറയുന്നത്? ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ വേറെയാണെങ്കിലും കോൺഗ്രസിനാണ് ഹോപ്പ്. BJP വലിയ ഇതിൽ വരാൻ തോന്നുന്നില്ല. BJP ജയിക്കണമെന്നുണ്ട്. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവര് വന്നതിന് ശേഷം കുറച്ചെങ്കിലും ഒരു എന്താണ് മെച്ചം കാണുന്നത്. ആണല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ആര് ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അഭിപ്രായമില്ല. നമ്മളെ നമ്മൾ വെയിൽ കൊണ്ട് മഴ കൊണ്ട് ഇങ്ങനെ ഓടിയാൽ നമ്മുടെ കുടുംബം കഴിയും. റസാഖ് ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞില്ലേ. അതെന്തുകൊണ്ട് അങ്ങനെ? ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഈ LDFന്റെ പ്രവർത്തനം തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നിങ്ങളെ കാഴ്ചപ്പാടാര്? പിഷാരടി ആണ്. പിഷാരടിയെ ജയിക്കുള്ളൂ. പിഷാരടിയെ ജയിക്കുള്ളൂ. വരും. എന്തുകൊണ്ടാ ശോഭന്റെ പേര് പറയുന്നത്? ശോഭന്റെ പേര് പറഞ്ഞാൽ 1-2 പ്രാവശ്യം ഇവിടെ നിന്ന് കൂടുതൽ വോട്ടൊക്കെ ആയിട്ട് പോയതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ചാൻസ് ഇത് രണ്ടാളും പുതുമുഖമാണ്. മറ്റവര് ആദ്യം എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങളെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കണം? അങ്ങനെ പറയില്ല. ഇല്ല. അതുകൊണ്ടാ അങ്ങനെ പറയാൻ ഞങ്ങൾക്കൊരിതില്ല. ശോഭയ്ക്കാണ് സാധ്യത കൂടുതൽ. എന്തുകൊണ്ടാ ശോഭയ്ക്ക് സാധ്യത കൂടുതൽ? ശോഭയ്ക്ക് പറഞ്ഞാൽ ഒരു ചാൻസ് അവർ കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. കൊടുത്താൽ റെഡിയാവും. കൊടുത്താൽ റെഡിയാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കണം അവിടെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതിന് പറയാൻ കേട്ട് പറഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ നേട്ടം അതൊന്നും എനിക്കറിയില്ല. അറിയില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയില്ല. എന്തുകൊണ്ടാ പറയാത്തെ? ഒന്നുമില്ല. അടിയിട്ട് വെച്ചിട്ടാണോ? അടിയിട്ടെന്ന് പറഞ്ഞില്ല, അതിനെ പറ്റിയൊന്നും അറിയില്ല. അതുകൊണ്ടാ. പിഷാരടി തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതെങ്ങനെ അത് ഇവിടെ ഒരു വടംവലിയുണ്ട്. വടംവലി? എന്ത് വടംവലിയാ? നേരത്തെ ഷെറിനെ കൊണ്ട് നിർത്തിയിട്ട് സാധാ വോട്ടെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ BJP വരും തോന്നുന്നുണ്ട്. BJP ആണ് വരുന്ന തോന്നുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കൂടുതൽ ജനങ്ങളും ഇപ്പൊ ആ വഴിക്കാൻ പോകുന്നത്. ആണല്ലേ? അമ്മ ഏത് വഴിക്കാ പോണേ? ഞാനും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഞാൻ യേശു കർത്താവിന്റെ പാർട്ടിയാണ്. യേശുവിൽ വിശ്വസിക്കുന്നു. ആണല്ലേ? തുല്യ സാധ്യതകളാണ്. തുല്യ സാധ്യതകളാണ്. എന്നാൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാ നമ്മുടെ കാഴ്ചപ്പാട് റസാഖ് ജയിക്കുന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്ന് വെച്ച് പറഞ്ഞാൽ ഇവിടെ മുസ്ലിം വോട്ടുകൾ കൂടുതൽ കിട്ടുന്ന ഒരു പ്രതിനിധിയാണ് ഈ റസാഖ്. ശോഭ ചേച്ചി എന്തുകൊണ്ടാ ജയിക്കുന്നു പറയുന്നത്? മഹിളകളുടെ എല്ലാ പരിപാടികളും നല്ലപോലെ കരുത്ത ഒരു സ്ഥാനാർത്ഥിയാണ്. പുരുഷന്മാർക്ക് വേണ്ട. പുരുഷന്മാര് വേണ്ട. പിഷാരടി പറഞ്ഞാൽ സിനിമ അയാളെ കാണണം പറഞ്ഞാൽ നമ്മളിപ്പോ ഡൽഹിയിലോ ബോംബെയിലോ ലൊക്കേഷനിലോ പോകേണ്ടി വരും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം അവരെ നമ്മൾ അനുകൂലിക്കുന്നതുകൊണ്ടൊക്കെ. പിഷാരടിയാ? എന്തുകൊണ്ടാ പിഷാരടി പറയുന്നത്? നല്ല ജനങ്ങൾക്ക് നല്ല ചെയ്യാൻ അതാണ് വേണം. உங்களுக்கு இங்க ஓட்டு இருக்கா? ஓகே. பின்ன நம்ம பாலக்காடுக்காரங்க. நீங்க என்ன தமிழ் பேசிட்டு இருக்கதா கேட்டதுனா? மீண்டியான். ஆமா. ஹிந்தி வடி സംസാരിക്ക. ആണോ? അപ്പോ ഇവിടെ പിഷാരടി എന്നാ പറയുന്നത്. ഓക്കേ. പിഷാരടി. എന്തുകൊണ്ടാ പിഷാരടിയുടെ പേര് പറയുന്നത്? കാരണം ഇത് നേരത്തെ തന്നെ എന്താ പറയാ, നമ്മുടെ കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന് മുമ്പ് 2 പ്രാവശ്യം ഷാഫി പറമ്പിലായിരുന്നു. പിഷാരടിക്ക് ചാൻസ് ഇല്ല. പിഷാരടിക്ക് എന്തുകൊണ്ടാ പിഷാരടിക്ക് ചാൻസ് എന്ന് പറയാം?
അത് കോൺഗ്രസിന്റെ ബേസ്മെന്റ് കൂടുതലാണ് പാലക്കാട്. ആണ് സാധ്യത ഇവിടെ LDF ജയിക്കും. LDF ആര് NMR റസാഖ്. NMR റസാഖ്. എന്തുകൊണ്ടാണ് അയാളുടെ പേര് പറയുന്നത്? ഇപ്രാവശ്യം കുറച്ച് മാറ്റങ്ങൾ വരും. ആണ്. പാലക്കാട് ആണ്. എപ്പോഴും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്രാവശ്യം ഒരു മാറ്റം ഉണ്ടാവും ഇവിടെ. പിഷാരടി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ആണ്. അതുകൊണ്ട് പിഷാരടി ജയിക്കുന്ന പറയുന്നത്. കോൺഗ്രസ്. കോൺഗ്രസ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പേര് പറയുന്നത്? എന്തുകൊണ്ടാണ് വെച്ചാൽ ഒരു ഭരണം ഒരു മാറ്റം വേണം. അറിയില്ല. ഇല്ല. എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് അറിയാത്തെ? അറിയില്ല. അറിയില്ല. പൾസ് അറിയില്ല. പൾസ് അറിയില്ല. അറിയില്ലേ? എന്തുകൊണ്ടാണ് അറിയാത്തെ? അറിയില്ല. ആര് ജയിക്കും എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. എല്ലാവരും നല്ലത് ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കാം. ആര് ജയിക്കുന്നതാണ് നല്ലത് ചെയ്യുക. ഞാൻ വിചാരിക്കുന്നത് BJP വരുന്നതാണ് എൻ്റെ. ആണോ? അതെ. എന്തുകൊണ്ടാ? BJP എന്ന് പറഞ്ഞാൽ എനിക്ക് പല അറിവരങ്ങളെ മിക്കവാറും കോൺഗ്രസ് വരണം. ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതാണ് അതിന്റെ ശരി. ആണ്. അങ്ങനെയാണ്. 100% കോൺഗ്രസ് ജയിക്കും. എന്തുകൊണ്ടാ? അങ്ങനെയാണ് ജനങ്ങൾ മൊത്തം. ആണ്. കോൺഗ്രസ് ജയിക്കുന്ന പറയുന്നത്. ഇപ്പൊ 1000 രൂപ ഇപ്പൊ എല്ലാ സ്ത്രീകൾക്കും വരാൻ തുടങ്ങി LDFന്റെ. അപ്പൊ ഭരണം തീർച്ചയായിട്ടും LDF വരും. അതെന്തുകൊണ്ടാണ് LDF വരുന്നു പറയാൻ കാരണം? LDF ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ആണ്. ഉറപ്പാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റമൊന്നുമില്ല. പെൻഷൻ ക്ലിയർ ആയി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനും LDF വരുന്നതാണ്. LDF. എന്തുകൊണ്ടാണ് LDFന്റെ പേര് പറയുന്നത്? നാടിന് ഗുണമുള്ള നാടിനറിയുന്ന നാട്ടുകാരനല്ലോ. നാട്ടുകാരനാണ് റസാഖ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നാടിനറിയുന്ന ആൾക്കാർ വരട്ടെ, നാട്ടുകാരും വരട്ടെ. സഖാവാ ആര്? റസാഖാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ വരും എന്ന് പറയുന്നത്? എന്താ തീർച്ചയായിട്ടും വരും. ആണ്. ഒന്ന് പിഷാരടി ഇല്ലെങ്കിൽ അയച്ചേച്ചി ജയിക്കും. BJP നേതാവ്. കൺഫ്യൂഷൻ ആണ്. ജയിക്കുന്ന പറയല്ല, ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആര് ജയിക്കും മെജോറിറ്റി ഒന്നും അറിയാൻ പറ്റില്ല. അയ്യോ പറയാൻ പറ്റില്ല. എന്താ അങ്ങനെ പറയാൻ പറ്റാതെ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല. അതുകൊണ്ടാണ്. NMR റസാഖ് പറ്റേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം മൂപ്പരാകുമ്പോൾ ബിസിനസ്, ഞാനൊരു ബിസിനസ്സുകാരനാണ്. ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണത്തിൽ കിട്ടും എന്നൊരു പ്രതീക്ഷ. സിറ്റുവേഷൻ ഇവിടെ NMR റസാഖ് ജയിക്കാൻ ചാൻസ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ CPM 2ാം സ്ഥാനം വന്നു. ഇതുവരെ 3ാം സ്ഥാനമായിരുന്നു. ഇപ്പൊ 2ാം സ്ഥാനം വന്നുകൊണ്ട് നമുക്കൊരു ഗ്രിപ്പാണ്. പാലക്കാട് UDF വരാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? UDFനാണ് ഇവിടെ മുൻതൂക്കം. അതുകൊണ്ട് UDF വരുമെന്ന് പറയുന്നത്. UDF വരും. UDF അതെന്തുകൊണ്ടാണ് UDF വരുമെന്ന് പറയുന്നത്? അവര് വരുന്നത് ഞാൻ പറഞ്ഞു, എല്ലാവരും പറയും, ഞാനും പറഞ്ഞു UDF വരുന്ന. ആണോ? ആര് വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വരുന്നു ഇവിടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ വരും. നല്ല ഉറപ്പാണ്, ഡെഫിനറ്റ് ആണ്. ആര് ജയിക്കും ഇവിടെ? ജയിക്കാൻ പിഷാരടി തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മുടെ പാലക്കാട് കോൺഗ്രസിന്റെ കോട്ടയാണ്. അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്. ജയിക്കുന്നു പിഷാരടി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിനാണ് അവിടെ മുൻതൂക്കം ഉള്ളത്. ആണ്. പിന്നെ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ്സ് ആണ് ഇത്ര കാലം ഇവിടെ ജയിച്ചു വന്നിട്ടുള്ളതും നല്ല വികസനങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുള്ളതും പാലക്കാട് മണ്ഡലം. പിഷാരടി. എന്തുകൊണ്ടാണ് പിഷാരടിന്റെ പേര് പറയുന്നത്? ഇത് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് പിഷാരടി ജയിക്കുന്ന ജയിക്കണം. NMR ജയിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് NMRന്റെ പേര് പറയുന്നത്? ഇവിടെ ഉള്ള ആൾ തന്നെയാണല്ലോ. എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്, അറിയുന്ന ആളാണ്. 2 കൊല്ലം വരണ ഇടത് വർഷത്തിന്റെ സൂപ്പറാണ്. കുറച്ച് കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ. NMR റസാഖ് ജയിക്കാൻ സാധ്യത പറഞ്ഞ പിഷാരടി. പിഷാരടി. എന്തുകൊണ്ടാണ് പിഷാരടിയുടെ പേര് പറയുന്നത്? പേര് പറയുന്നല്ല, കഴിഞ്ഞ പ്രാവശ്യം മറ്റേ വന്ന് വൃത്തികേടാക്കി പോയല്ലോ. എന്താണ് പേര്? രാഹുൽ മാങ്കുടത്തിൽ. അയാള് വൃത്തികേടാക്കി പോയത് കൊണ്ട് ഇയാളൊരു നല്ലൊരു മനുഷ്യനാണ്. ഇവിടെ കോൺഗ്രസ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പേര്? കോൺഗ്രസ് പറഞ്ഞാൽ ചെറിയൊരു മാറ്റം വരും. അതായത് ഇതുവരെ ഉള്ള 10 വർഷം അവർ ഭരിച്ചു, ഇനി 5 വർഷം ഇവർ ഭരിക്കട്ടെ എന്നുള്ളതിലാണ്. ശോഭയ്ക്ക് ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശോഭ കുറെ കാലമായിട്ട് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സിമ്പതി ഇവിടെ ആൾക്കാരുടെ കയ്യിലുണ്ട്. അയാളുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ശോഭ ചേച്ചിയോടൊരു മാനസിക അടുപ്പം. പിഷാരടിക്ക് ചാൻസ് ആണോ? ചാൻസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? രമേശ് പിഷാരടി. രമേശ് പിഷാരടി. എന്തുകൊണ്ടാണ് രമേശ് പിഷാരടിയുടെ പേര് പറയുന്നത്? അല്ല, കോൺഗ്രസിന്റെ മണ്ഡലം. ആണോ? UDF. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ ഇന്നൊരു മാറ്റം വരാൻ ചാൻസ് ഇപ്പില്ല, നിലവില്ല. എന്റെ അഭിപ്രായത്തിൽ ഭൂരിപക്ഷം കൊണ്ട് കുറയാൻ ചാൻസ് ഉണ്ട്. ജയിക്കുന്ന പറയുന്നത്? അത് ജയിക്കും. പിഷാരടി ജയിക്കും. ഒരു 5ൽ താഴെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. NMR റസാഖ് എന്ന് പറയുന്നത് നല്ലൊരാളാണ്. പുള്ളി പാലക്കാടുമായിട്ട് നല്ലൊരു ബന്ധമുള്ള ആളാണ്. ബിസിനസ്സുമായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് അയാളുടെ കാഴ്ചപ്പാട് എങ്ങനെ, അയാൾക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കൂടെ, അയാൾ വരണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്.
എൻഎംആർ വരാനാണ് സാധ്യത. NMR വരാൻ സാധ്യത എന്തുകൊണ്ടാണ് പറയുന്നത്? അതായത് മുസ്ലിം വോട്ടുകൾ പാലക്കാട് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം കാൻഡിഡേറ്റ് ആയതുകൊണ്ടും അവർ വരാൻ സാധ്യത കൂടുതലാണ്. NMR റസാഖ്. എന്തുകൊണ്ടാണ് NMR റസാഖിന്റെ പേര് പറയുന്നത്? നല്ലൊരു സൂപ്പറുള്ള ആളാണ്. നല്ല സൂപ്പർ ആളാ. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. അറിയാ? എനിക്കെന്നെ അറിയാത്തത്. അറിയാം. നിങ്ങൾക്ക് അറിയാം നന്നായിട്ട്. അതുകൊണ്ടാണോ നിങ്ങൾ റസാഖ് വരണം? ആണ്. ശോഭയ്ക്ക് തന്നെ ചാൻസ്. എന്തുകൊണ്ടാ? രാഷ്ട്രീയ പരിചയം, പിന്നെ ഇപ്പോഴത്തെ പാലക്കാടിലെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ മോദിനെ ജയിക്കുള്ളൂ. മോദി ജയിക്കൂലോ? അല്ല, എന്താണ്, ശോഭാ സുരേന്ദ്രൻ തന്നെ ജയിക്കുള്ളൂ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാ പറയണെന്ന് ചോദിച്ചാൽ ജനങ്ങള് വിശ്വാസം. ഇവിടെ ത്രികോണ മത്സരം. ആരും ജയിക്കുക, ആരും തോൽക്കുക. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അങ്ങനെ തന്നെ പറയാം. ആര് ജയിക്കാനാ സാധ്യത? അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല. BJP വമ്പിച്ച് ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. ആണല്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇത് മറ്റേ ശോഭാ സുരേന്ദ്രൻ അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്നത് ആരുമില്ല അവിടെ. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ആര് ജയിക്കും? അത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. അതുകൊണ്ടാ? അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായം പറയാനില്ല. ഇല്ല. അതെന്താ പറയാത്തെ? കാരണം എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. രാഷ്ട്രീയം കളിക്കാറില്ല. അറിയില്ല. ഞാൻ ജയിക്കും. എന്തുകൊണ്ടാ ഞാൻ ജയിക്കും പറയാം? അതൊക്കെ നമ്മളെന്നെ ജയിക്കുക. എന്തായാലും പറയാം ആര് ജയിക്കാൻ സാധ്യത. ഇല്ലല്ല, നമ്മൾ ജയിക്കും. അത്രയും മതി. CPM ജയിക്കണം, അതാണ് കണക്ക്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അത് അതിന്റെ ഇതിന്റെ മറ്റേ നിലവാരം നോക്കുമ്പോൾ CPM ജയിക്കണം എന്നാണ് ഒരു NMR. എന്തുകൊണ്ടാ റസാഖ് ജയിക്കണം എന്ന് പറയുന്നത്? നമ്മുടെ ഞാൻ ചെറുപ്പം മുതലേ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത് റസാഖിന് വേണ്ടിയിട്ടാണ്, അല്ല LDFന് വേണ്ടിയിട്ടാണ്. ഇവിടെ അടുത്ത വർഷം ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അടുത്ത പ്രവർത്തനം അങ്ങനെയാണ്. എന്ത് പ്രവർത്തനമാണ്? നല്ലൊരു പ്രവർത്തനമുണ്ട്. ആണോ? UDF. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം ഇതൊക്കെ നോക്കുന്ന സമയത്ത് അതുപോലെ UDF ജയിക്കണം എന്ന് തന്നെ ആഗ്രഹം. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? UDF ആണ് ഇവിടെ വന്ന വികസനങ്ങൾ കംപ്ലീറ്റ്. പാലക്കാട് വികസനം എന്താണെന്നുള്ള അറിഞ്ഞത് UDF ഭരണത്തിന് മറ്റേ MLA വന്നതിന് ശേഷമാണ്. ഇവിടെ രണ്ടും ഒരേപോലെ നിൽക്കും. BJP കോൺഗ്രസും. ആര് ജയിക്കണം? ആര് ജയിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിഷാരടിക്കാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? കോൺഗ്രസ് മുന്നേറ്റമാണ്. തിരിച്ചു വരും. ആര് ജയിക്കും പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അത് അങ്ങനെയാണ്. ഇവിടെ രാഹുൽ മങ്കട്ടത്തിനെ നിർത്തേണ്ട പറഞ്ഞു, അത് അങ്ങനെയായി. പിന്നെന്തായി? രമേശ് പിഷാരടി മൂപ്പരെ കൊണ്ട് പറ്റും. മൂന്നാളും അവകാശപ്പെടുന്നതായി തന്നെ എനിക്കും പറയാനുള്ളൂ. അത് ആര് ജയിച്ചാലും നമ്മൾക്ക് വേണ്ടി എന്ത് നല്ലത് ചെയ്യണോ അത് വളരെ സന്തോഷം. ഏത് പാർട്ടി ജയിച്ചാലും ശരി, അത് വളരെ സന്തോഷം. അത് നമുക്ക് പറയാൻ പറ്റില്ല ആരാണെന്ന്. അങ്ങനെയാണ് അവസ്ഥ. പിഷാരടി. എന്തുകൊണ്ടാ പിഷാരടിയുടെ പേര് പറയുന്നത്? ഇവിടെ നല്ലൊരു വളർച്ച വരണം എന്നുള്ളൊരു തീരുമാനം കൊണ്ടായിരിക്കും. പിഷാരടി. എന്തുകൊണ്ടാ പിഷാരടിയുടെ പേര് പറയുന്നത്? ജനപ്രിയനായതുകൊണ്ട് മൂപ്പര് ജയിക്കും എന്നാണ് വിചാരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനാണ് കാണുന്നത്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അല്ല, അവര് പാർട്ടിയുടെ മാത്രം കൊണ്ടല്ല, ഒരു നല്ലൊരു വ്യക്തിയാണ്, അതാണ്. LDF ആണ്. എന്തുകൊണ്ടാ? തീർച്ചയായിട്ടും LDF എന്ന് പറഞ്ഞാൽ ആള് റസാഖ് പറഞ്ഞ നല്ലൊരു വ്യക്തിയാണ്. എനിക്ക് ആള് ചെറുപ്പം മുതൽ നല്ല പരിചയമുള്ള ആളാണ്. അത് പറയാത്ത ആള് പൊതുവെ തന്നെ ധനസഹായിട്ട് പൊതുവെ എല്ലാ ധനസഹായിട്ടൊക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണ് ആള്. ഇവിടെ NMR റസാഖ് ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അയാളുടെ ഓരോ കഴിവുകൾ, അയാൾ പൊതുപ്രവർത്തകനാണ്. പാർട്ടിയിലൊന്നും സജീവല്ല, എന്നാലും പൊതുപ്രവർത്തകനാണ്. അതിപ്പോ ഇലക്ഷന്റെ റിസൾട്ട് വന്നിട്ടില്ല അറിയാൻ പറ്റും. അല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കണം എന്നുള്ള? കാഴ്ചപ്പാടില് നമുക്ക് പിഷാരടി അല്ലെങ്കിൽ ശോഭ ചേച്ചി, അതാരും ജയിക്കുന്നത് നമുക്കൊരു കൺഫ്യൂഷനിലാണ്. സോ ആര് ജയിച്ചാലും നാടിന് നല്ല ചെയ്താൽ മതി, അത്ര ഇലക്ഷനെ ഫോളോ ചെയ്യണം. നോക്കാം. ജനാധിപത്യ വിശ്വാസിയാണെങ്കിൽ എന്തായാലും എനിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ആര് ജയിക്കും? അതറിയില്ല, നോക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതുവരെ വന്നിട്ടില്ലല്ലോ അവര്. എന്റെ അഭിപ്രായം ശോഭാ സുരേന്ദ്രൻ ജയിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അല്ല, ഇവിടെ ഒരു ലേഡി വരണം. രണ്ടുപേരും വർക്ക് ചെയ്തിട്ട് 15 വർഷം 20 വർഷം വർക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യം ഇവിടെ നടന്നില്ല. അത് കാരണം ആര് ജയിക്കും പറഞ്ഞാൽ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല പ്രവൃത്തിയുണ്ട്, അതുകൊണ്ട് ശോഭ ജയിക്കും എന്ന് പറയുന്നത്. LDF. എന്തുകൊണ്ടാണ് LDF ജയിക്കുന്നു? LDFന്റെ ഭരണം നല്ല ഭരണമാണ്. NMR റസാഖ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അതിലേക്കുള്ളൂ. ഒരു മാറ്റം എന്തായാലും ആവശ്യം. അപ്പൊ ആര് ജയിക്കുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ആര് വന്നാലും ഒരു മാറ്റം ആവശ്യം. കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തത്? അപ്പൊ എങ്ങനെയാ നമുക്ക് അറിയില്ല, പറയാനില്ല. ഇത്തവണ പിന്നെ ഇപ്പോൾ റസാഖ് നിൽക്കുന്ന നല്ലൊരു ഒരാളെടുത്തപ്പോൾ നേരത്തെ ഒരാൾ പറഞ്ഞ മാതിരി ഉള്ള അഭിപ്രായം തന്നെ എനിക്ക് പറയാനുള്ളൂ. പേരെന്താണ്? റസാഖ്. എന്തുകൊണ്ടാണ് റസാഖിന്റെ പേര് പറയുന്നത്?
എന്തുകൊണ്ടാ പറയാൻ കാരണം? ഒരു ചേഞ്ച് ഇപ്രാവശ്യം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിണറായി സർക്കാർ വരണം. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? വികസനമുണ്ട്. റസാക്ക് വരണം എന്നാ പറയുന്നത്. എന്തോ അങ്ങനെ വികസനം ഉണ്ടായതുകൊണ്ടാണ് വരണം എന്ന് പറയുന്നത്. വികസനം ഉണ്ടാവും. NMR റസാഖ്. NMR റസാക്കിന് എന്തുകൊണ്ടാ പേര് പറയുന്നത്? പാലക്കാടായാലും പാലക്കാട്ടിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു നല്ലത്. നമുക്ക് പുറമേ നിന്നുള്ള ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യുന്ന ഉപകാരം അറിയില്ലല്ലോ. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? പൊട്ടിയാണ്. 2 പ്രാവശ്യം പൊട്ടിയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ജയിക്കുന്നതാണ്. ഉദാഹരണം ആണ്. പിഷാരടി പാലക്കാട് വരുന്നത് എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? സാധ്യതയുണ്ട്. ആണ്. സാധ്യതയുണ്ട്. പിഷാരടി. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാർ ഞങ്ങൾ ജയിക്കണം. ജയിക്കണമെന്നാ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ അവസ്ഥയിൽ തന്നെ എന്താ വെച്ചാൽ 3 ഒരേ ലെവലിൽ നിൽക്കണേ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ. അതുകൊണ്ടാണോ? അതുകൊണ്ട് വോട്ട് ചെയ്യുന്നു പറയാൻ കഴിയില്ല. അതും പറയാൻ പറ്റില്ല നമുക്ക്. നമുക്കൊരു ഐഡിയ ഇല്ല ഇപ്പോ. മൂന്നാളും ഒരുപോലെ വിജയികളാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാ? LDF വരും. LDF വരും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഓരോ കാര്യങ്ങള് വികസന പ്രവർത്തനങ്ങളിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വരും. കുറെ ജനസേവന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അതിന് വരണമെന്നാണ് ആഗ്രഹം. റസാക്ക് വരണം എന്നുള്ളതാണ്. ആണല്ലേ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അതിന് കഴിഞ്ഞ ഇതിലായിട്ട് കുറെ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിക്കാണ് ഈ വർഷം. BJP സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അവര് ഏകദേശം മറ്റേ വോട്ട് പിടിച്ച് ഉള്ള ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വർഷകാല ഒരു സുഖമുള്ള സമയം മുതൽ 4 വർഷം അങ്ങനെ മത്സരിച്ചു. അതുകൊണ്ടാണ് സുരേന്ദ്രൻ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അങ്ങനെയൊന്നുമില്ല, ജയിക്കണവേ ജയിക്കട്ടെ, നമുക്ക് യൂസ് ആയാൽ മതി. ആർക്കാ യൂസ് ആവുന്ന ഭരണം ആരാ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, 3 പാർട്ടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആര് ജയിച്ചാലും നല്ലത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കണം? നമുക്ക് അങ്ങനെ തനിച്ചൊരു കാഴ്ചപ്പാടില്ല. ആര് വന്നാലും കുഴപ്പമില്ല. ശോഭാ സുരേന്ദ്രൻ കൺഫേം ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവർക്ക് നല്ല സ്വാധീനമുണ്ട്. ഇവിടെ പാലക്കാട് സംബന്ധിച്ച് നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് ജയിക്കും. അതുകൊണ്ട് ജയിക്കും കൺഫേം. പാലക്കാട് ഒരു സാധാരണപ്പെട്ട ഒരു സ്ഥാനാർത്ഥി കയറി വന്നിട്ടുണ്ട്. ആരാ? NMR ബിരിയാണി. റസാക്ക്. ശോഭാ സുരേന്ദ്രനാണ് മുൻതൂക്കം കാണുന്നത്. ആണല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മൊത്തത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷം നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടതാണല്ലോ. ആണല്ലേ? അതുകൊണ്ടാണ്. LDF. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മള് ചെറുപ്പം മുതൽ തുടങ്ങിയ അറിയാണ്ട്. ആണ്. അതുകൊണ്ട് LDF ജയിക്കുന്നു പറയുന്നത്. റസാഖിന് സ്കോപ്പ് ഒക്കെ ഉണ്ട്. എന്തുകൊണ്ട് റസാക്കിന് സ്കോപ്പ് ഉണ്ടെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, ഒരു മാറ്റം ജനങ്ങൾ ചിന്തിക്കണ്ടല്ലോ. ആണോ? ശോഭ ചേച്ചി ജയിക്കും. എന്തുകൊണ്ടാ? അത് അത്ര അങ്ങനെയാണ്. ആണോ? അങ്ങനെയാണ്. അത്രയും ഉറപ്പാണ്. ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? നല്ല വ്യക്തിയാണ്. ആണ്. നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് ജയിക്കും. ഇവിടെ പാലക്കാട് ജയിക്കും. പിഷാരടി ജയിക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ്? വളരെ ഒരു നല്ലൊരു ട്രെൻഡുള്ള സമയത്ത് ഇവിടെ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മെട്രോമാൻ നിന്നപ്പോൾ അവരുടെ എല്ലാ സജ്ജീകരണവും ഉപയോഗിച്ചിട്ടും മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടും നടന്നില്ല. അന്ന് 3500 വോട്ടിനോളം ഷാഫി ജയിച്ചു. പിഷാരടിക്കാണ് ചാൻസ് കൂടുതലെന്ന് തോന്നുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു യങ്ങല്ലേ, കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ആള് നിസ്സാരനാണെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ ആള് പുലിയാണ്. എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു അനുഭവവും ഇല്ല. ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. ആര് ജയിച്ചാലും നാടിനെ നന്നാക്കിയാൽ മതി. അല്ല, നിങ്ങളുടെ ഒരു അഭിപ്രായം ആര് ജയിക്കണം? അല്ല, അഭിപ്രായം നല്ല പൊതു. ആരെങ്കിലും ഒരാൾ ജയിക്കുന്നത്. ആരാ ജയിക്കട്ടെ? ആരാ ജയിക്കാന്ന് അച്ഛന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്താ അങ്ങനെയാ? അതിനെ കുറിച്ചൊന്നും പറയാനില്ല. എന്തുകൊണ്ടാ ഒന്നും പറയാനില്ലാത്ത? നമ്മൾ ഏത് പാർട്ടിയെ കുറിച്ചും അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാ ശോഭാ സുരേന്ദ്രന്റെ പേര്? പൊതുവെ എല്ലാവരും അതാ പറയുന്നത്. ആണോ? അങ്ങനെയാണോ? ശോഭാ സുരേന്ദ്രനെ ജയിക്കും. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവർക്കാണ്. ആണോ? BJP ആണ്. എന്തുകൊണ്ടാ BJP യുടെ പേര് പറയുന്നത്? ഇവർ രണ്ടാളും വില്ലന്മാരാണ്. അതുകൊണ്ട് BJP ജയിക്കും ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാ? അതൊരു ബാക്കി 2 സ്ഥാനാർത്ഥി പോക്കാം. ആണ്. അതുകൊണ്ടാണ്. ആര് ജയിക്കും ചോദിച്ചാൽ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ പറ്റാത്തേ? അങ്ങനെ കണ്ടീഷൻ അങ്ങനെയുണ്ട്. ആണോ? അങ്ങനെയാണ്. റസാഖ്. റസാക്ക്. എന്തുകൊണ്ടാണ് റസാക്കിന്റെ പേര് പറയുന്നത്? റസാഖ് നല്ല പ്രവൃത്തിക്കാരനാണ്. ആണോ? എന്ത് പ്രവൃത്തി എന്ന് പറയുമ്പോ? എന്നിട്ട് ആരും വന്നാലേ നമുക്ക് അറിയുള്ളൂ. അത് കാരണം കൊണ്ട് റസാഖ് വരട്ടെ. റസാക്ക് വരട്ടെ. അങ്ങനെയാണ്. അങ്ങനെ. പിഷാരടി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പറമ്പലിന്റെ കരങ്ങൾക്ക് ശക്തി വാരുന്നതിന് വേണ്ടിയാണ് പിഷാരടി. ഒരു വികസനത്തിന്റെ തുടർച്ചക്കും പുരോഗമനത്തിനും പുരോഗതിക്കൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നാലേ ഇവിടെ ഡെവലപ്മെന്റ് ജയിക്കുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റസാക്കോ? എന്തുകൊണ്ടാ? പുതുമുഖമായതുകൊണ്ട് ആണ്. അല്ലാതെ വേറെന്താ പ്രത്യേകത അല്ലേ? ഒന്നുമില്ല. CPM ജയിക്കും. ആണ്. കോൺഗ്രസിന്റെ സീറ്റാണ്. ആണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ജയിക്കുന്നു പറയുന്നത്. ജയിക്കുന്നു ഞാൻ പറയുന്നില്ല. ഇല്ല. ഇപ്പൊ ഒരു ഇതുണ്ട്, ഒരു ആടുകാലുണ്ട്.
അത്രേ ഉള്ളൂ. ആണ്. വിജയിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് ഇവിടെ എപ്പോഴും കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു സപ്പോർട്ട്. അതിപ്പോ നമ്മൾക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താ? പാലക്കാട് അത്രയും ഒരു ത്രികോണ മത്സരമല്ലേ? ആണോ? ആണോ എനിക്ക് തോന്നുന്നത്. ആണോ? ആണ്. പറയാൻ പറ്റില്ല സാറേ. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത്? 3 പേരും ഒരേ ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് പറയാൻ കഴിയില്ല. പിഷാരടിനെ തൂക്കുള്ളൂ. പിഷാരടി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയില്ലല്ലോ. ആണ്. ചിഹ്നമില്ലല്ലോ. പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി ശോഭ ചേച്ചി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മെട്രോമൻ ശ്രീധർജി വന്നപ്പോൾ വളരെ ചുരുങ്ങിയ വോട്ടിലാണ് പരാജയപ്പെട്ടത്. മെട്രോമോൻ പരാജയപ്പെട്ടു, ശോഭ ജയിക്കുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. 95% കോൺഗ്രസിനെ ജയിക്കുള്ളൂ. രമേശ് പിഷാരടി ജയിക്കുള്ളൂ. ശോഭാ സുരേന്ദ്രൻ വരണമെന്നാണ് എന്റെ ആഗ്രഹം. എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റും. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? BJPക്ക് ഒരു ഇതുണ്ട്, ചാൻസ് ഉണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? BJP കുറെ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ കുറച്ച് ഒരു മുൻഗണന കാണുന്നുണ്ട് ഇന്ന് ഈ പ്രാവശ്യം. ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? BJP തരംഗമാണ്. ആണോ? അതുകൊണ്ടാണോ? LDF LDF എന്തുകൊണ്ട് LDFന്റെ കാര്യം പറയും? LDF നല്ലതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നു. അവര് വരട്ടെ. ആണല്ലേ? റസാഖ് ജയിക്കുന്ന ജയിക്കും. കോൺഗ്രസിനാണ് സാധ്യത. ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് പോയ പ്രാവശ്യം 10-15,000 വോട്ട് ലീഡിന് കോൺഗ്രസ് ജയിച്ചു വന്നതല്ലേ. ഈ പ്രാവശ്യം രമേശ് പിഷാരടി നല്ലൊരു മനുഷ്യനാണെന്ന് പറയണത്. ഇവിടെ പിഷാരടി. എന്തുകൊണ്ടാണ് പിഷാരന്റെ പേര് പറയുന്നത്? കോൺഗ്രസ് ജനാധിപത്യ മതേതരത്വ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അതുകൊണ്ട് ഇവിടെ അവർ ജയിക്കും. എന്തുകൊണ്ടാണ് റസാഖിന്റെ പേര് പറയുന്നത്? ഇവിടുത്തെ LDF-ലാണ് സ്ഥാനം. ആണോ? LDF സാധ്യത, അതുകൊണ്ടാണ് റസാഖ് ജയിക്കുന്നു പറയുന്നത്. അതുകൊണ്ട് ജയിക്കുന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടി ശോഭ ചേച്ചി തന്നെ ജയിക്കും. എന്തുകൊണ്ടാണ് ശോഭ ചേച്ചി ജയിക്കുന്നു പറയുന്നത്? കാരണം അവർ നന്നായിട്ട് പ്രവർത്തനത്തിന് മുന്നേ അവർ നല്ലോണം മണ്ഡലത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ജയിക്കുന്നു പറയുന്നു. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ് തന്നെ ഇതുവരെ ഉണ്ടായത്. ചേഞ്ച് വരാൻ സാധ്യതയുണ്ടാവും. ആർക്ക് ചേഞ്ച് ആവും? ആർക്ക് ചേഞ്ച് ആവും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവർക്കായിരിക്കും വരെ BJP വന്നുകൂടാന്നില്ല, അല്ലെ മാർക്സിസ്റ്റ് വന്നുകൂടാന്നില്ല. രാഷ്ട്രീയത്തിൽ എനിക്കൊന്നും അറിയാം. ലോട്ടടിക്കുന്ന വല്ലതും പറയും. ലോട്ടറി ടിക്കറ്റ് എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല ലാഭമാണ്. തെറ്റില്ല. ആണ്. അത്യാവശ്യം നല്ല സമ്പാദിക്കുന്നുണ്ടോ? എന്നാ പിന്നെ അത് പറഞ്ഞേക്കാം. രാഷ്ട്രീയത്തെ കുറിച്ച് അറിയില്ല. അതാണ്. വോട്ട് കൂടുതൽ കിട്ടുന്നതാണ് ജയിക്കും. അതെ, അതെല്ലാം ജയിക്കും. ആരാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാണ് ശോഭയുടെ പേര് പറയുന്നത്? നല്ല കഴിവുള്ള വ്യക്തിയാണ്. ആണ്. നല്ല കഴിവുള്ള വ്യക്തിയാണ്. അങ്ങനെയാണ്. NMR റസാഖിനായിരിക്കും. NMR റസാഖിനായിരിക്കും. എന്തുകൊണ്ടാണ് NMR റസാഖിനായിരിക്കും എന്ന് പറയാൻ കാരണം? റീസൺ ഒന്നുമില്ല. മറ്റുള്ള പിഷാരടി അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് NMR ജയിക്കുന്ന പറയുന്നത്. അതെ. പ്രാവശ്യം ഇവിടെ പാലക്കാട് വരുന്നത് BJP വരാനാണ് ചാൻസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ടും പാർട്ടിയുമായിട്ട് ബന്ധം കൂടുതൽ ഇല്ലാത്ത ആളുകളായതുകൊണ്ട്. ഇവിടെ ശോഭാ സുരേന്ദ്രൻ തന്നെ ജയിക്കുള്ളൂ. കാരണം എന്താ കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ MLA ഈ ശ്രീ രാഹുൽ മാങ്കൂട്ടം ഇപ്രാവശ്യം ആ ഒരു MLA കൂടെ വരണ്ടേ? അതേ എവിടെയാണ് ജനങ്ങൾ ചോദിക്കണത്? പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ നമ്മുടെ പിഷാരടി. കൺഫ്യൂഷനാണോ? കൺഫ്യൂഷനാണ്. ആര് ജയിക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. രസാഖണ്ണനെ ജയിക്കുന്നതാണ് പറയുന്നത്. റസാഖണ്ണൻ ജയിക്കുന്നു. എന്തുകൊണ്ടാ? അതുകൊണ്ട് തന്നെ ഒരുപാട് വോട്ട് കൊണ്ട് മൂപ്പര് എല്ലാം കൊണ്ടും മൂപ്പര് തന്നെ വരും. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ തന്നെ പാലക്കാട് വരണം എന്നാണ് എന്റെ അഭിപ്രായം. വരണം എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ച അഭിപ്രായം 100%. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ജനത്തിന്റെ വികാരം ആണ്. വികാരമാണ് അല്ലേ? തീർച്ചയായിട്ടും രമേശ് പിഷാരടി. എന്തുകൊണ്ടാണ് രമേശ് പിഷാരടി ജയിക്കുന്നത്? കോൺഗ്രസ് നല്ല രീതിക്ക് കേരളത്തിൽ മൊത്തം മുന്നേറ്റമുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് പാലക്കാട് അതിന്റെ ചലനങ്ങളുണ്ടാവും. ആണ്. പിഷാരടി ജയിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് പിഷാരടി പേര് പറയുന്നത്? പിഷാരടി ആള് നല്ലൊരു നീറ്റായ മനുഷ്യനാണ്. ക്ലീൻ ഇമേജ് ആണ്. പിന്നെ മൂപ്പര് എല്ലാവരുടെയും ഓടി ചാടി നടക്കാനുള്ള പ്രായമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു നോക്കുമ്പോ പിഷാരടിയാണ് ബെറ്റർ തോന്നുന്നു. ആണ്. രാഷ്ട്രീയം ഇല്ല അതില്. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ചെറിയൊരു മാറ്റം. ചെറിയ മാറ്റം. അതിനാണ് ശോഭാ സുരേന്ദ്രൻ വരുന്നത് അല്ലേ? ആരാണ് പിഷാരടി ജയിക്കും. പിഷാരടി. എന്തുകൊണ്ടാണ് പിഷാരടി പേര് പറയണേ? പിഷാരടി ജയിക്കും. ആണോ? ജയിക്കും. അങ്ങനെ കോൺഫിഡന്റ് ആണ്? പറയാൻ പറ്റില്ലല്ലോ. എല്ലാരും ഒരേ ചൂടായിട്ട്. ആണോ? എല്ലാരും ഒരു ചൂടാണ്. ആരെന്ന് പറയാൻ കഴിയില്ല. പറയാൻ കഴിയില്ല. ഒന്നും പെട്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പാർട്ടിന്റെ അത്ര ഇല്ല. NMR റസാഖ് വരണമെന്നാണ് നമ്മുടെ താല്പര്യം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് പറയണത്? ഓരോരുത്തരും ആൾക്കാർ മാറി വന്നാലേ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. UDF. എന്തുകൊണ്ടാണ് UDFന്റെ പേര് പറയുന്നത്? പോപ്പുലാരിറ്റി ആണ്. അതാണ് ജയിക്കുക. UDF. എന്തുകൊണ്ടാണ് UDFന്റെ പേര് പറയുന്നത്? ആണ്. പിഷാരടി ജയിക്കുന്ന. NMR വരണം ആഗ്രഹിക്കും. NMR. എന്തുകൊണ്ടാണ് NMR വരണം എന്ന് പറയുന്നത്? നമ്മളുടെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ ആഗ്രഹിക്കും. വ്യക്തി.
എങ്ങനെയാണ് വ്യക്തി? നല്ലൊരു വ്യക്തി. നല്ലൊരു വ്യക്തിയാണ്. ആണ്. അത് ജനവിധിയല്ലേ? ആയിക്കോട്ടെ. നിങ്ങളുടെ ഒരു അഭിപ്രായം ആരാണ്? അങ്ങനെ പറയാൻ പറ്റും. ഇല്ല, പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ട് അങ്ങനെ പറയും? 3800 വോട്ടിന് ജയിക്കും. ആണോ? 3800 റൗണ്ട് ആക്കി വെച്ചു. ആണ്. ഉറപ്പിച്ചു. രമേശ് പിഷാരടിയാണ് ഇവിടെ ചാൻസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് ഇവിടെ UDFന്റെ തട്ടാക്കോളാം. ശോഭാ സുരേന്ദ്രൻ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവര് ഒരു കഴിവുള്ള സ്ത്രീയാണ്. കഴിവുള്ള സ്ത്രീയാ, അതുകൊണ്ട് ജയിക്കും. അങ്ങനെയാണ് പറയുന്നത്. ശോഭ ചേച്ചി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? BJP വരട്ടെ ഇവിടെ. ആണല്ലേ? ഇവിടെ ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഇപ്പൊ നിലവില് BJP മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ തന്നെ ജയിക്കും. ആണ്. കോൺഗ്രസ് തന്നെ. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പേര് പറയുന്നത്? കോൺഗ്രസ് ആണോ? എന്തായാലും കോൺഗ്രസ് ജയിക്കുള്ളൂ. സാധ്യത പിഷാരടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിടെ കോൺഗ്രസ് ആണല്ലോ കൂടുതൽ ജയിക്കുന്നത്. ആണ്. പിഷാരടി ജയിക്കുമെന്ന് പറയാം. പിഷാരടിയാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അല്ല ആളൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നു തോന്നുന്നു. ആളുടെ സംസാരത്തിലും മറ്റൊക്കെ പാലക്കാട്. ആണോ? ശോഭാ സുരേന്ദ്രനാണ് ഇപ്പോഴത്തെ ഒരു നിലപാടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലപാടില് എന്ത് നിലപാടില്ല? എന്താ നിലപാട് ചോദിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ സ്ട്രോങ് ആയിട്ടുള്ളത് എല്ലാ പാർട്ടി ബേസിലായിട്ടും. ആര് ജയിക്കാനെന്ന് വെച്ചാല് ഞാന് പിഷാരടി എനിക്ക് തോന്നുന്നു. പിഷാരടി. എന്തുകൊണ്ടാണ് പിഷാരടിന്റെ പേര് പറയാൻ കാരണം? കോൺഗ്രസിന് പൊതുവെ ഒരു ചെറിയൊരു ഇതൊന്നും തോന്നുന്നു. ശോഭ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജയിക്കും. ആണ്. ജയിക്കുന്ന പറയുന്നത്. അതെ. പിണറായി വിജയനാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് തരുന്നത് അവരാണ്. അത് ജയിക്കണം. പാലക്കാട് വന്നിട്ട് ഇപ്രാവശ്യം രമേശ് പിഷാരടി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് അങ്ങനെ പറയണെന്ന് വെച്ചാൽ ഉപരി നല്ലൊരു വ്യക്തിയാണ്. പിന്നെ ഒരു ഫിലിം ആക്ടറാണ്. അതുകൊണ്ട് അയാൾ വരണം. അയാൾ വരണം. UDF ജയിക്കും. UDF. എന്തുകൊണ്ടാണ് UDFന്റെ പേര് പറയുന്നത്? UDF ജയിക്കും പറഞ്ഞാൽ ഇപ്പോ പിഷാരടി ഉണ്ട്. ഇപ്പോ ശോഭാ സുരേന്ദ്രനൊക്കെ കുറെ നിന്നിട്ട് തോറ്റു പോയതാണ്. പിന്നെ ഇവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെങ്കിൽ 10-25,000 വോട്ട് മറിക്കണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. UDF ചാൻസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് 2011 അവരാണ്, 2016 അവരാണ്, 2023 അവരാണ്, ഉപതെരഞ്ഞെടുപ്പിൽ അവരാണ്. ഇനിയിപ്പോ എന്താ വേറൊരു മാറ്റം വരാനൊന്നും തോന്നുന്നില്ല. പിഷാരടി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഫാൻസ് കൂടുതലും ഉപരി കാണല്ലോ. ആണോ? അങ്ങനെയാ? അതായിരിക്കും. പിഷാരടി ജയിക്കും. പിഷാരടി. എന്തുകൊണ്ടാണ് പിഷാരടിയുടെ കാര്യം പറയുന്നത്? ഇല്ല, കോൺഗ്രസ് തന്നെ വന്നാൽ നാട് വന്നായിരിക്കും. ആണ്. പിഷാരടി തന്നെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയാണ്. അപ്പൊ ജനങ്ങൾക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. 15,000 വോട്ടുണ്ട്. രമേശ് പിഷാരടി. 15,000 വോട്ടിന്റെ. കഴിഞ്ഞ ആഴ്ച കിട്ടിയ 18,000. 15,000. ഒരു 3 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ SIR വന്നതില് കമ്മിയായാലും ജയിക്കും ഉറപ്പ്. പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ശക്തമായ മത്സരമായിരിക്കും. എന്നാലും 3 പേരിൽ ആര് വേണമെങ്കിലും ജയിക്കാം. റസാഖ് ജയിക്കണം എന്നാ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് റസാഖ് ജയിക്കണം എന്ന് പറയാൻ കാരണം? ഒരു അഭിപ്രായം നമ്മൾ LDFലുള്ള കാര്യം നമ്മൾ അത് പറയുന്നത്. പിഷാരടി. എന്തുകൊണ്ടാണ് പിഷാരടിയുടെ പേര്? വരുള്ളൂ. ഇപ്പൊ നിലവിലുള്ളവർ തന്നെ വരുള്ളൂ. ആര്? ഇപ്പൊ നിലവിലുള്ള UDF അല്ലേ? UDF തന്നെ വരുള്ളൂ. ആര് ഒരു UDFന്റെ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങനെ തോന്നണം. UDF ജയിക്കുന്ന പറയുന്നത്. പിഷാരടിക്ക് ചാൻസ് ഇവിടെ. പിഷാരടിക്ക്. കേരളത്തിൽ പറയാൻ പറ്റില്ല, പിണറായിക്കായിരിക്കാം വിചാരിക്കുന്നത്. കേരളത്തിൽ പിഷാരടിക്ക് ഇവിടെ. പാലക്കാട് മണ്ഡലത്തിലെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയത്. അധികമായി വരുന്ന ബൈറ്റുകളെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. ഈ സർവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.